പീപ്പിൾ എക്സ്ക്ലൂസീവ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടത്തിപ്പിൽ തിരുവിതാംകൂർ രാജകുടുംബം വൻതോതിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി സുപ്രീം കോടതി നിയോഗിച്ച ക്ഷേത്ര ഭരണസമിതി റിപ്പോർട്ട്. ക്ഷേത്ര സ്വത്തിൽ നിന്നുള്ള വരുമാനം ക്ഷേത്രത്തിന് കൈമാറാതെ സ്വന്തമാക്കി. ക്ഷേത്രത്തിനു നൽകേണ്ട 91.36 കോടി രൂപ നൽകിയില്ല. ക്ഷേത്രം വക ഭൂമി മറിച്ചു വിറ്റു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് തിരുവനന്തപുരം ജില്ലാ ജഡ്ജി KP ഇന്ദിര അധ്യക്ഷയായ ഭരണസമിതി ഉന്നയിച്ചിരിക്കുന്നത്. ദില്ലിയിൽ നിന്നും ആർ സുഭാഷിന്റെ റിപ്പോർട്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ട് അമിക്കസ് ക്യൂറി ഗോപാൽ സുബ്രഹ്മണ്യം ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ടും അതിനേക്കാൾ ഗുരുതരമായ ചില കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുമാണ് ഭരണസമിതി ഇപ്പോൾ സുപ്രീം കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഭാവി ഭരണം എങ്ങനെയാവും എന്നതിൽ ഈ റിപ്പോർട്ടിന് നിർണായകമായ സ്ഥാനമുണ്ടാവും. ക്ഷേത്രത്തിന്റെ ഗുണപ്രദമായ ഭാവിക്ക് വേണ്ടി ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് കടുത്ത നിബന്ധനകളോടെ രൂപീകരിച്ച ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ട്രസ്റ്റ് പൊതു ട്രസ്റ്റായാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കാലശേഷം അത് സ്വകാര്യ ട്രസ്റ്റ് പോലെ കൈകാര്യം ചെയ്യപ്പെട്ടു. ക്ഷേത്ര ചെലവുകൾക്കായി ചിത്തിര തിരുനാൾ അദ്ദേഹത്തിന്റെ സ്വകാര്യ സ്വത്തും ക്ഷേത്രവക ഭൂമിയും ട്രസ്റ്റിന് കീഴിലാക്കിയിരുന്നു. ഒപ്പം ട്രസ്റ്റ് പ്രതിവർഷം 15 ലക്ഷം രൂപ വീതം ക്ഷേത്രത്തിന് നൽകണം എന്ന വ്യവസ്ഥയും വെച്ചു. ഇതെല്ലാം അട്ടിമറിക്കപ്പെട്ടു. ട്രസ്റ്റിന് കീഴിലുള്ള ഭൂമിയിൽ വഞ്ചിയൂർ വില്ലേജിന് കീഴിൽ മാത്രം നിരവധി കെട്ടിടങ്ങളും കല്യാണ മണ്ഡപങ്ങളും കടകളുമുണ്ട്. ഇതിൽ നിന്നുള്ള വരുമാനം ക്ഷേത്രത്തിന് ലഭിക്കുന്നില്ല. അത് രാജകുടുംബം സ്വന്തമാക്കുകയാണ്. ഒപ്പം ട്രസ്റ്റിന്റെ ഭൂമി മറിച്ചു വിൽക്കുകയും ചെയ്തു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ കോടികൾ വില വരുന്ന 2 ഏക്കർ 12 സെന്റ് ഭൂമി ഇങ്ങനെ വിറ്റഴിച്ചു. വഞ്ചിയൂർ വില്ലേജിന് കീഴിൽ തന്നെയുള്ള മറ്റു ഭൂമികളും ഈ തരത്തിൽ അന്യാധീനപ്പെടുത്തി. ക്ഷേത്ര ചെലവുകൾക്ക് 15 ലക്ഷം രൂപ വീതം പ്രതിവർഷം നൽകണമെന്ന വ്യവസ്ഥ ലംഘിച്ചു. ഭാഗ്യസൂക്ത ജപം, ഗണപതി ഹോമം, ലക്ഷം ദീപം തെളിയിക്കൽ തുടങ്ങിയവയ്ക്കുള്ള ചെലവായാണ് ഈ തുക ട്രസ്റ്റ് നൽകേണ്ടിയിരുന്നത്. ഈ ഇനത്തിൽ 91.5 ലക്ഷം രൂപ ട്രസ്റ്റ് നൽകാനുണ്ട്. ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ള ജീവനക്കാരുടെ ശമ്പളം കൊടുക്കേണ്ട ചുമതലയിൽ നിന്ന് ട്രസ്റ്റ് ഒഴിവായി. കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി ക്ഷേത്രത്തോട് തികഞ്ഞ അവഗണനയാണ് രാജകുടുംബം കാട്ടുന്നതെന്ന് സുപ്രീം കോടതി നിയോഗിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ KN സതീഷ് IAS തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇതുകൊണ്ട് തന്നെ ട്രസ്റ്റിന്റെ സ്വത്തും ഭരണാധികാരവും ക്ഷേത്ര ഭരണസമിതിക്ക് കൈമാറണമെന്ന ആവശ്യവും ഭരണസമിതി ഉന്നയിച്ചിട്ടുണ്ട്. അടുത്തയാഴ്ച സുപ്രീം കോടതി റിപ്പോർട്ട് പരിഗണിക്കും. ദില്ലിയിൽ നിന്ന് ആർ സുഭാഷ്. ഈ വിഷയത്തിൽ ഭാസുരേന്ദ്ര ബാബു, രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് ശാസ്തമംഗലം, അജിത് കുമാർ, മണക്കാട് ചന്ദ്രൻകുട്ടി. ആദ്യം മണക്കാട് ചന്ദ്രൻകുട്ടിയിലേക്ക്. ശ്രീ ചന്ദ്രൻകുട്ടി, താങ്കൾ അടക്കമുള്ളവർ താഴെക്കിടയിൽ നിന്ന് തുടങ്ങിയ കേസ് ഇന്നത് പരമോന്നത കോടതിയിൽ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും പുതുതായി പീപ്പിൾ TV പുറത്തുവിടുന്ന വാർത്ത, ജില്ലാ ജഡ്ജി KP ഇന്ദിര അധ്യക്ഷയായ ഭരണസമിതി നൽകിയിട്ടുള്ള റിപ്പോർട്ട്. ആ റിപ്പോർട്ടിലെ പരാമർശം കണ്ടു കഴിഞ്ഞു. മാറ്റമില്ലാതെ തുടരുകയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദുർഭരണം എന്ന് വിശേഷിപ്പിക്കാമോ? തീർച്ചയായിട്ടും ഞങ്ങളത് തുടക്കം മുതലേ പറഞ്ഞതാണ്. ഇത് ഓരോ ഘട്ടങ്ങൾ കഴിയുന്തോറും അത് ശരിവെച്ചുകൊണ്ട് മുമ്പോട്ട് കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിശ്ചയിച്ച കമ്മിറ്റി തന്നെ അതൊരു IAS ഉദ്യോഗസ്ഥനടക്കമുള്ള ഇവിടുത്തെ ജില്ലാ ജഡ്ജി അടക്കമുള്ള ആളുകളാണ് പുതിയ ഭരണസമിതി. ആ സമിതി വന്നതിന് ശേഷം പോലും കോടതി പറഞ്ഞിട്ടുള്ള നിബന്ധനകളും മര്യാദകളും എല്ലാം ലംഘിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ആ കാര്യങ്ങൾ ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ ആ നടപടിക്രമങ്ങൾ ശരിയല്ല എന്ന് തുടർന്ന് വരുന്ന ഓരോ കമ്മിറ്റികൾക്കും ഓരോ ഭരണസമിതിക്കും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യത്തിൻ്റെ പുതിയ ഭാഗവും കൂടെയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പുതിയ റിപ്പോർട്ട് കൊടുത്തതിൽ വന്നിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. അത് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ കുറച്ചുകൂടെ അടിസ്ഥാനപരമാക്കി ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യെസ്, രാഹുൽ ഈശ്വറിലേക്ക്. രാഹുൽ ഈശ്വർ, മണക്കാട് ചന്ദ്രൻകുട്ടി അത് പറയുമ്പോൾ, ജില്ലാ ജഡ്ജി KP ഇന്ദിര അധ്യക്ഷയായ ഭരണസമിതി ഇതൊക്കെ പറയുമ്പോൾ എന്തുകൊണ്ട് ഒരു തിരുത്തൽ അതിന് രാജകുടുംബത്തിന് ബാധ്യതയില്ലേ? അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ടോ അവർ? ഇല്ല, ഒഴിഞ്ഞു മാറുന്നു എന്ന് പറയാൻ കഴിയില്ല. ചില പ്രശ്നങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആ റിപ്പോർട്ടിലൊക്കെ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഫ്രം റോയൽ ഫാമിലി എന്ന് കേൾക്കുന്നത് ഭക്തർക്ക് തികച്ചും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഭക്തജന സംഘടനകളുടെ പലതരത്തിൽ മീറ്റിങ്ങുകൾ നടക്കുകയുണ്ട്. അവരെല്ലാം എടുക്കുന്ന ഒരു പൊസിഷൻ, ചില പ്രശ്നങ്ങളുണ്ട്. ശ്രീ മണക്കാട് ചന്ദ്രൻകുട്ടിയോട് വ്യക്തിപരമായ പോലെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ചില പ്രശ്നങ്ങളുണ്ട്, ലീഗലി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അവിടെ ചില കാര്യങ്ങളിൽ വിഷമം തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടെന്ന കാര്യം കൺസീഡ് ചെയ്യാതെ പോകാൻ കഴിയില്ല. എന്നിരുന്നാലും റോയൽ ഫാമിലിക്ക് കൂടി സെൻസിറ്റീവായ ഒരു പൊസിഷൻ നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ കൺസേൺസിനെ തമസ്കരിക്കാതെ ആക്ഷേപിക്കാതെ ചില തെറ്റുകളും തിരുത്തലുകളും, അവിടെ തെറ്റുകൾക്ക് തിരുത്തലുകൾ വരുത്തണം എന്നൊരു സമീപനമാണ്. ഒരുപക്ഷെ ഇവിടെ ഏക പ്രശ്നം സമീപനത്തിൻ്റെയാണ്. ഇവിടെ ചില പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. സുപ്രീം കോടതിയിൽ അത് പോയി. കൊട്ടാരം ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന കാര്യം മറക്കരുത്. അവസാന തമ്പുരാൻ നടന്ന് നീങ്ങും പോലും 50 ലക്ഷം രൂപ അദ്ദേഹം അമ്പലത്തിനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചരിത്ര നിരാസം വേണ്ട, ചരിത്രത്തോട് സെൻസിറ്റീവായി നിന്നുകൊണ്ട് ഒരു പുതിയ ഭരണസമിതിയിലേക്കും പുതിയ ഭരണ സംവിധാനത്തിലേക്കും പോകണം.
നിലപാടുകളിൽ ഒരുപക്ഷെ വ്യത്യാസം കാണില്ല, പക്ഷേ സമീപനത്തിൽ കുറച്ചുകൂടെ സെൻസിറ്റീവായ ഒരു അപ്രോച്ച് വിശ്വാസി സംഘടനകളും ഭൂരിപക്ഷ സമുദായം എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യെസ്, ഭാസുരേന്ദ്ര ബാബു, രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്ന അനുസരിച്ച് ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. അത് ചരിത്രത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശ്വാസത്തെ കൂട്ടുപിടിച്ചുകൊണ്ട്, ചരിത്രത്തെയും വിശ്വാസത്തെയും കൂട്ടുപിടിച്ചുകൊണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സെൻസിറ്റിവിറ്റി, ആ സെൻസിറ്റിവിറ്റി ഭരണഘടനയോടാണോ നിയമത്തോടാണോ? ഇന്ന് സുപ്രീം കോടതിയിൽ KP ഇന്ദിരയുടെ അധ്യക്ഷയായ ഭരണസമിതി റിപ്പോർട്ട് വരുമ്പോൾ എവിടെയായിരിക്കണം പ്രാമുഖ്യം? അമിക്കസ് ക്യൂറിയുടെയും ഇപ്പോൾ KP ഇന്ദിരയുടെ ആഭിമുഖ്യത്തിലുള്ള കമ്മിറ്റിയുടെയും റിപ്പോർട്ട്, ആ രണ്ട് റിപ്പോർട്ടുകളും പരിശോധിക്കുമ്പം ആ രണ്ട് റിപ്പോർട്ടുകളും ഒന്ന് ജുഡീഷ്യസ് ആണ്, മറ്റതും ജുഡീഷ്യസ് ആയ റിപ്പോർട്ടാണ്. സ്ഥാപിത താല്പര്യങ്ങൾ ലോകത്ത് വരുന്ന റിപ്പോർട്ടുകളല്ല. ആ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പ് പ്രദീപ് ഇതേ വിഷയത്തെ സംബന്ധിച്ച് ദീർഘമായ ഡിസ്കഷനിൽ ഇതേ പാനലിൽ ഇരുന്നിട്ടുണ്ട്. എപ്പോഴും ശതകോടീശ്വരനാണ് ഈ മഹാദൈവം എന്ന് തെളിയിക്കപ്പെട്ടതിന് ശേഷം അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ദുരുപയോഗം നടന്നിട്ടുണ്ടോ ആ സ്വത്തിൻ്റെ, അങ്ങനെ ഈ ചർച്ചകൾ വരുമ്പം രാജാവിനെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനവും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകില്ലെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുണ്ടായി. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ വാചകമാണ്, രാജാവിനെ നോവിക്കുന്ന വേദനിപ്പിക്കുന്ന ഒരു രാജകുടുംബത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്യില്ല. അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ താഴെ പ്രവർത്തിക്കുന്ന ഒരു ജുഡീഷ്യസ് ഓഫീസറുടെ ആഭിമുഖ്യത്തിലുള്ള ഭരണസമിതിയാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുമാതിരി സ്വർണം മോഷണം പോകുന്നുണ്ടായിരുന്നു എന്ന അമിക്കസ് ക്യൂറി റിപ്പോർട്ടിന് ആനുകൂല്യം നൽകുന്ന റിപ്പോർട്ട് നൽകപ്പെട്ടിരിക്കുന്നു. അമിക്കസ് ക്യൂറി പറഞ്ഞത് എന്താ? മണ്ണിൽ ചേർത്ത് സ്വർണം കടത്തിക്കൊണ്ടിരുന്നു. VS അച്യുതാനന്ദൻ പറഞ്ഞത് എന്താ? രാവിലെ തൊഴാൻ വരുന്നത് തന്നെ സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകാനാണ് എന്നൊക്കെ പറയുമ്പം വലിയ രാജവിരോധമായ ഇത് കണ്ടിരുന്നത്. അന്ന് നമ്മളൊക്കെ വാദിച്ചത് രാജാവിന് കൂടി പ്രാതിനിധ്യമുള്ള സർക്കാരിനും മറ്റു വിഭാഗങ്ങൾക്കും വിശ്വാസികൾക്കും ഒക്കെ പ്രാതിനിധ്യമുള്ള ഒരു സമിതിയാണ് കൈകാര്യം ചെയ്യേണ്ടത് സ്വത്ത്. അപ്പോൾ രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ എന്തിനും നാം രാജകുടുംബത്തെ സംശയിക്കുന്നു. സംശയം ശരിയായി ട്രസ്റ്റ് എന്ന് പറയുന്നത് വിശ്വസിച്ച് ആശ്രയിക്കുന്ന വിഭാഗമാണെങ്കിൽ ആ ട്രസ്റ്റ് തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചില്ല, സ്വത്ത് മോഷ്ടിച്ചു കൊണ്ടുപോയി. അതുമാത്രമല്ല, അന്യാധീനപ്പെടുത്തി അവർക്ക് അവകാശമില്ലാത്ത സ്വത്ത് വിറ്റ് തൊലച്ചു. ഇതൊക്കെ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. ആ നിലയ്ക്ക് ഒരു തെളിവാർന്ന ചിത്രം ഇപ്പോൾ വന്നിരിക്കുന്നു. എന്താണ് രാജകൊട്ടാരം ചെയ്തുകൊണ്ടിരുന്നത്, എന്താണ് ക്ഷേത്രത്തിലെ മിസ്മാനേജ്മെൻറ്റ്, അതിനെ സംബന്ധിച്ച് അന്ന് ജനാധിപത്യ വിഭാഗങ്ങൾ പുലർത്തിയിരുന്ന ഒരു ആശങ്ക, ആ ആശങ്ക ശരിയാണ് എന്ന് കാണിക്കുന്ന സംഭവങ്ങൾ വരുമ്പോഴെങ്കിലും രാഹുൽ ഈശ്വർ നാം ഇത് പരിശോധിക്കാൻ ധൈര്യം കാണിക്കേണ്ടതുണ്ട്. പഴയ വിധേയത്വം ഭരണകൂടത്തുള്ള വിധേയത്വമല്ല, താങ്കൾ സൂചിപ്പിച്ച ചോദ്യമാണ്. ഭരണക്രമത്തോടാണ് വിധേയത്വം. രാജ്യമില്ലെങ്കിൽ എന്ത് രാജാവ്? അങ്ങനെ നാം മനസ്സിലാക്കാൻ തയ്യാറാവണം. രാജാവ് എന്ന് പറഞ്ഞാൽ രാജ്യമുള്ള അധികാരമുള്ള ആളെന്ന മുൻ രാജവംശം എന്നാണ് പറയേണ്ടത്. ആ അർത്ഥത്തിൽ മുൻ മുഖ്യമന്ത്രി നമ്മൾ പറയാനുള്ളൂ ആന്റണി. അപ്പോൾ ആ അർത്ഥത്തിലുള്ള പറച്ചിലിന് പകരം ഇപ്പോഴും രാജാസനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന മാതിരി നട്ടെല്ല് വളഞ്ഞു നിൽക്കുന്ന ആളുകൾക്ക് മറുപടി മുട്ടും ഈ റിപ്പോർട്ടിൻ്റെ മുന്നിൽ. യെസ്, അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത് കുമാർ, അവിടെയാണ് ഭാസുരേന്ദ്ര ബാബു പറഞ്ഞു നിൽക്കുന്നിടത്ത് ഭരണക്രമത്തോട് വിധേയത്വമാണ് എങ്കിൽ ഈ നിയമ നടപടികൾ അവിടേക്ക് വിശ്വാസം എന്നുള്ളത് നിലനിൽക്കുമ്പോൾ തന്നെയും ഡീഡുകളെ കുറിച്ച് പറയുന്നു, കൊവനന്റിനെ കുറിച്ച് ഒത്തിരി ലീഗൽ ആസ്പെക്ട്സ് ഇതിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ KP ഇന്ദിരയുടെ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇത് കോടതിയുടെയിലേക്ക് വരുമ്പോൾ നിയമപരമായി വിശ്വാസവും ഇത് തമ്മിലൊരു കോൺട്രഡിക്ഷൻ, അതിനപ്പുറത്തേക്ക് ഇത് ഏതു തരത്തിലായിരിക്കും ഇതിൻ്റെ നാൾ വഴികൾ സപ്പോർട്ട് ചെയ്യുക? മിസ്റ്റർ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഇതിനകത്തൊരു സെൻസിറ്റീവ് ആംഗിൾ ഉണ്ട്, ഡയമെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലോ. ഇനി ഇതിനെ സംബന്ധിച്ചൊരു മാനേജ്മെൻറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജകുടുംബത്തിനോ അല്ലെങ്കിൽ രാജകുടുംബം നോമിനേറ്റ് ചെയ്യുന്ന ആർക്കെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു റോൾ കൊടുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരാംശം. പക്ഷേ ഈ പറഞ്ഞതിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് 1971 ശേഷം രാജകുടുംബം, രാജകീയ പദവി ഇതൊന്നും തന്നെ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യത്തിന് അംഗീകരിക്കുന്നതല്ല. ഈ പോയിൻ്റ് അദ്ദേഹം പറഞ്ഞ പോയിൻ്റ് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും തിരുവനന്തപുരം സബ് കോടതിയിലും ആവശ്യം പോലെ ആർഗ്യൂ ചെയ്ത് അതിൽ മണക്കാട് ചന്ദ്രൻകുട്ടിയുടെ എംപ്ലോയീസ് യൂണിയനും ആ കേസിനകത്ത് പാർട്ടിയായിരുന്നു. അതിനകത്ത് റേസ് ചെയ്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ 1971 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിന് ശേഷം ഒരു റൂളർ എന്നൊരു പദം ഉണ്ടെങ്കിൽ ആര് റൂളർ? അങ്ങനെ ഇല്ലയെന്ന് സബ് കോടതി വിധിച്ചു. ജസ്റ്റിസ് CNRൻ്റെ ജഡ്ജ്മെൻ്റ് ഉണ്ട്. TP സുന്ദർരാജൻ വേഴ്സസ് രാജകുടുംബമായിട്ടുള്ള കേസിനകത്ത് 2011 റിപ്പോർട്ട് ചെയ്ത കേസാണ്. ആ കേസിനകത്ത് ജഡ്ജ്മെൻറ്റ് വന്നു, ഇറ്റ്സ് എ പബ്ലിക് ടെമ്പിൾ നമ്പർ 1. നമ്പർ 2 റൂളർ എന്ന് പറഞ്ഞൊരു കാര്യമേ ഇല്ല. ഇപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ രാജകുടുംബത്തിന് ഇതിനകത്ത് മാനേജ്മെൻറ്റിന് ഒരു റൈറ്റ് വേണം എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അത് എന്ത് ലീഗൽ ബേസിസിലാണ് അത് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു റൈറ്റ് വേണമെന്ന് പറയുന്നതല്ലേ ഉള്ളൂ. ഐ എം എ ടാക്സ് പെയർ ഫോർ ദിസ് കൺട്രി. ഐ എം ഓൾസോ എ ഡിവോട്ടി ഓഫ് ദിസ് ടെമ്പിൾ. ഞാൻ ഈ ടെമ്പിളിന് വേണ്ടി എൻ്റേതായ രീതിയിൽ ഞാനും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നൗ ദ പോയിന്റ് ഈസ് ഡിഫറെൻറ്റ്.
അതായത് ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ദിസ് കമ്മിറ്റി ഈസ് എ സുപ്രീം കോർട്ട് അപ്പോയിൻറ്റഡ് കമ്മിറ്റി നമ്പർ 1. സോ ദെയർഫോർ ഇറ്റ് ഹാസ് ഗോട്ട് എ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ്. നമ്പർ 2, ദിസ് കമ്മിറ്റി ഹാസ് മെയ്ഡ് ദിസ് റിപ്പോർട്ട് ആഫ്റ്റർ എ ഫീൽഡ് സ്റ്റഡി. നോക്കൂ, ഈ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അവർ ഫീൽഡ് എക്സാമിനേഷൻ നടത്തിയിട്ടാണ് അവർ പറഞ്ഞത്. നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ 2 ഏക്കർ 11 സെൻറ്റ് സ്ഥലം, അത് ആർക്കും അത് മറ്റേ കാട്ടിലെ തടി തേവരുടാനെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല. അതുപോലെ അവർ വിറ്റ് കളഞ്ഞു. ഈ പൈസ ആരുടെ പൈസയാണ്? ഈ പൈസ ഇത് ചെയ്യുന്നത് ഇത് ആരാ ചെയ്തത്? ഇത് ട്രസ്റ്റ് ഡീഡിൽ മാനേജിങ് ട്രസ്റ്റി ആയിട്ടിരുന്ന ആളാണ് ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിനകത്ത് പ്രകാരം അതൊരു ഒഫൻസ് അല്ലേ? അതൊരു ക്രിമിനൽ കുറ്റമല്ലേ? അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ പോവില്ലേ? ഇപ്പം നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 91 എത്രയോ കോടി രൂപ ക്ഷേത്രത്തിന് നൽകേണ്ടത് ക്ഷേത്രത്തിന് കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ. അത് കൊള്ളയടിക്കലല്ലേ? അത് സാധാരണക്കാരൻ തീവട്ടി ബാബു മാല പറിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അയാളെ പോലീസുകാരെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് ജയിലിനകത്താക്കും. പക്ഷെ 91.36 കോടി രൂപ അതിന് അക്കൗണ്ടബിലിറ്റി ഇല്ലേ? ആർ വി നോട്ട് ലിവിങ് ഇൻ എ ഡെമോക്രാറ്റിക് കൺട്രി? അപ്പോൾ അതുകൊണ്ട് ഇത് ഇറ്റ്സ് എ വെരി വെരി സീരിയസ് മാറ്റർ. അപ്പം ഞാൻ പറയുന്നത് ഇൻ ദ ലൈറ്റ് ഓഫ് ദിസ് റിപ്പോർട്ട്, ഈ റിപ്പോർട്ടാണ് ഏറ്റവും ബെസ്റ്റ് എവിഡൻസ്. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന സാധാരണക്കാരല്ല. ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഇറ്റ് ഇസ് എ കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ദ സുപ്രീം കോർട്ട്, chaired by a district judge, and the report is made by not less than a person. സുപ്രീം കോടതിയിലെ സീനിയർ അഡ്വക്കേറ്റ് മിസ്റ്റർ ഗോപാൽ സുബ്രഹ്മണ്യമാണ്. മിസ്റ്റർ ഗോപാൽ സുബ്രഹ്മണ്യം ആരാണെന്നുള്ളത് സുപ്രീം കോടതിക്ക് നന്നായിട്ട് അറിയാം. ഇന്നത്തെ പത്രം വായിച്ചാൽ നന്നായിട്ട് അറിയാം. ഗോപാൽ സുബ്രഹ്മണ്യത്തിലുള്ള സകല അലിഗേഷൻസും സുപ്രീം കോടതി നെഗറ്റീവ് ചെയ്തു. രാജകുടുംബത്തിനുവേണ്ടി അപ്പിയർ ചെയ്ത് ചില്ലറക്കാരനായ വക്കീലല്ല, സീനിയർ അഡ്വക്കേറ്റ് മിസ്റ്റർ കെ വേണുഗോപാലാണ് രാജകുടുംബത്തിന് അപ്പിയർ ചെയ്തത്. At last മിസ്റ്റർ കെ വേണുഗോപാൽ ഹാസ് ടു വിഡ്രോ ദ അലിഗേഷൻസ്. ലുക്ക് ഹിയർ, ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ യെസ്, കറക്റ്റ്, യു ആർ റൈറ്റ്, അലിഗേഷൻസ് വിഡ്രോ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് രാജകുടുംബം യഥാർത്ഥത്തിൽ നൗ വാട്ട് ആർ ദേ ഡൂയിങ്? ഇത് യഥാർത്ഥത്തിൽ ശരിക്കും ഒരു നിഴൽ യുദ്ധമാണ്. വാട്ട് ഈസ് ദ റൈറ്റ് ഇൻ ദ ടെമ്പിൾ? നോ റൈറ്റ് അറ്റ് ഓൾ. ഇതേ സമാനമായ ഒരു സംഭവം ഇതുപോലെ തന്നെയായിരുന്നു ഗുരുവായൂർ ദേവസ്വത്തിനുണ്ടായത്. ഗുരുവായൂർ ദേവസ്വം ട്രസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള അടിസ്ഥാനപരമായ കാരണം, നേരത്തെ ഗുരുവായൂർ ദേവസ്വം ഭരിച്ചിരുന്ന ഇതുപോലെ ഒരു സമ്പ്രദായത്തിലായിരുന്നു. അവിടെ ഭയങ്കരമായ കൊള്ളയടി ഉണ്ടായി. അവിടെ ക്ഷേത്രത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളൊന്നും പോയില്ല, അവിടെ കൊള്ളയടി ഉണ്ടായി. അതിനെ സംബന്ധിച്ച് ചാവക്കാട് കേസുണ്ടായി, ഡിസ്ട്രിക്ട് കോർട്ടിൽ കേസുണ്ടായി, മദ്രാസ് ഹൈക്കോടതിയിൽ കേസുണ്ടായി. അതിനുശേഷമാണ് ഗുരുവായൂർ ദേവസ്വം ആക്ട് വന്നത്. ഇപ്പം ഗുരുവായൂർ ദേവസ്വം എന്ത് മാന്യമായ രീതിയിൽ നടത്തുന്നു. എന്തുകൊണ്ട് ഈ ടെമ്പിളിന് അത്തരത്തിലൊരു മാനേജ്മെൻറ്റ് മിസ്റ്റർ IAS ഓഫീസർ പറഞ്ഞതുപോലെ, ഈ കമ്മിറ്റി പറയുന്നത് പോലെ, യെസ്, എത്രയും വേഗം ഈ റിപ്പോർട്ട് അക്സെപ്റ്റ് ചെയ്യണം. ഇത് ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ടാണ്. രാജകുടുംബത്തിനെ ഈ അഡ്മിനിസ്ട്രേഷനുമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെടുത്താൻ പാടില്ല. രാഹുൽ ഈശ്വർ, അതാണ് ചോദ്യം. അത്രയും സാങ്കേതികത്വത്തിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുമോ? കാര്യം ഈ അമ്പലത്തിന് തന്നെ എത്രയോ കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അന്നെല്ലാം ഈ രാജകുടുംബം തന്നെ അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടി അടക്കം വിറ്റ് ഈ അമ്പലത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ചരിത്രത്തിൽ നിരാശം വേണ്ട. ഇവിടെ അതാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ നിയമപരിജ്ഞാനത്തെ ഏറ്റവും ബഹുമാനിക്കുന്നു. ആ നിലപാടുകളെ പക്ഷേ ചോദ്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ സമീപനത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാട് എന്താ? ഞങ്ങളെല്ലാം കഴിഞ്ഞ ഭാസുരേന്ദ്രബാബു സാർ അടക്കം വരുന്ന ചർച്ചയിൽ ഞങ്ങളെല്ലാം ഉയർത്തിയ കൺസേൺ വെർബാറ്റിം അതേ പടി പോലെ ഗവൺമെന്റ് റൈസ് ചെയ്തിട്ടുണ്ട്. അതായത് 9 അംഗങ്ങൾ വേണം, അതിൽ എല്ലാ വിഭാഗങ്ങൾക്കും പ്രാതിനിധ്യം വേണം, രാജകുടുംബത്തിന് പ്രാതിനിധ്യം വേണം, ഗുരുവായൂർ മോഡലിൽ സാമൂതിരിക്ക് സ്ഥാനം ഉള്ളതുപോലെ വേണം. ആ രീതിയിൽ ഇത് റൂളർ എന്നുള്ള ഒരു കൺസേൺ മാത്രമല്ല. ഇവിടെ രാജകുടുംബത്തിന്റെ ആൾക്കാർ വാദിക്കുന്നത് അത് കുടുംബക്ഷേത്രമാണ് എന്നൊരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഭക്തജന സംഘടനകളുടെ അഭിപ്രായം കുടുംബക്ഷേത്രമാണോ കോടതി തീരുമാനിക്കട്ടെ, പക്ഷേ കുടുംബത്തിനും കൂടി അവകാശമുള്ള ക്ഷേത്രമെന്നാണ്. രണ്ടും തമ്മിൽ മില്ലിമീറ്ററുകളെ വ്യത്യാസമുള്ളെങ്കിൽ ഒരുപാട് അർത്ഥതലങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒന്ന് കുടുംബക്ഷേത്രവും ഒന്ന് കുടുംബത്തിന് കൂടി പ്രാധാന്യമുള്ള ക്ഷേത്രം. ആ രീതിയിൽ അവർക്ക് കൂടി റോളുള്ള രീതിയിൽ അവിടുത്തെ തന്ത്രി, അവിടുത്തെ നമ്പി, ആ അർത്ഥത്തിൽ ഇൻക്ലൂസീവായ ഒരു പിച്ചിൻ വേണം. ബാക്കി കേസുകളെല്ലാം ഇതൊരു ബാങ്ക് അല്ല, ഫൈനാൻഷ്യൽ സ്ഥാപനമല്ല, ഒരു ആരാധനാലയമാണ്. അതിൻ്റെ പരിപ്രേക്ഷ്യത്തിൽ പാരഡൈമിൽ നിലപാട് നിറയിൽ നിന്നുകൊണ്ട് മാത്രം കണ്ടില്ലെങ്കിൽ അത് ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്ന് അൺനെസസറി ആയ റെസിസ്റ്റൻസിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള അപ്രോച്ച് വേണമെന്ന് വാദിക്കുന്നത് തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. അലോ മീ ടു ഇന്റർഫിയർ. ഒരു കാര്യം, 1965 ഈ ട്രസ്റ്റീഡ് ഇതുണ്ടാക്കിയത് മറ്റാരുമല്ല, രവിവർമ്മ മഹാരാജാവാണ് ഉണ്ടാക്കിയത്. ഈ ട്രസ്റ്റീഡ് ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞിരുന്നു, ദ പ്രൊവിഷൻ ഇൻ ദ ട്രസ്റ്റീഡ് ദാറ്റ് ദ മാനേജിംഗ് ട്രസ്റ്റി or the trustee shall not be eligible to continue if he asserts any claim to any property claimed by the trustee as belonging to the trust. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം, ട്രസ്റ്റിൻ്റെ ഏതെങ്കിലും പ്രോപ്പർട്ടി സ്വന്തം പ്രോപ്പർട്ടി ആണെങ്കിൽ ഏതെങ്കിലും സമയത്ത് മാനേജിംഗ് ട്രസ്റ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ മാനേജിംഗ് ട്രസ്റ്റ് സ്ഥാനം നഷ്ടപ്പെടും എന്ന് തന്നെയാണ് രവിവർമ്മയുടെ 1965 പട്ടം സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റീഡിലെ വ്യവസ്ഥ. Now, what does the report say? ഈ റിപ്പോർട്ട് പറയുന്നത് അതുപോട്ടെ, റിപ്പോർട്ട് വിടൂ. മണക്കാട് ചന്ദ്രൻകുട്ടി പാർട്ടി ആയിരുന്ന കേസ് 2011 റിപ്പോർട്ട് ചെയ്ത കേസ്, അതിനകത്ത് ടെമ്പിൾ യൂണിയൻ പാർട്ടി ആയിരുന്നല്ലോ. ആ കേസിനകത്ത് വാട്ട് വാസ് ദ കണ്ടൻഷൻ ഓഫ് ദ മഹാരാജ?
all these properties are our personal properties. Yes. They belong to us. How Yes. can they say that? Yes. അങ്ങനെ ഒരു No, please allow me to continue. Finish it off. ഒരു പക്ഷേ let us take a situation where ഈ നേരത്തെ പറഞ്ഞല്ലോ മിസ്റ്റർ രാഹുൽ, ഐ എം നോട്ട് പേഴ്സണലി അറ്റാക്കിംഗ് യു, ബട്ട് ഐ എം സേയിങ്, രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ മണക്കാട് ചന്ദ്രൻകുട്ടി ഒരു വലിയ രാജഭക്തനായിരുന്നു എന്നിരിക്കട്ടെ, TP സുന്ദരരാജൻ ഒരു രാജഭക്തനായിരുന്നു എന്നിരിക്കട്ടെ. അവർ പറയാണ് ഓക്കെ, ഞങ്ങളെല്ലാം രാജഭക്തന്മാരാണ്, ഞങ്ങൾ മാർത്താണ്ഡവർമ്മയുടെ പ്രജകളാണ്, അതുകൊണ്ട് ഈ വസ്തു രാജാവിൻ്റെ വസ്തുവാണ്, ഇത് രാജാവിൻ്റെ പേഴ്സണൽ ടെമ്പിളാണ്, ആർക്കും ഇതിനകത്ത് യാതൊരു അവകാശമില്ല. നോബഡി ചലഞ്ചഡ് ഇറ്റ്. ഏതെങ്കിലും ഒരു വസ്തു ഇന്ന് അവിടെ ഉണ്ടാകുമായിരുന്നോ? ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. മണക്കാട് ചന്ദ്രൻകുട്ടി പറയട്ടെ. അപ്പൊ ഇവരെ പോലെയുള്ള ആൾക്കാര് ധീരമായ, പ്രത്യേകിച്ചും TP സുന്ദരരാജൻ ധീരമായ ഒരു നിലപാട് എടുത്തുകൊണ്ട് മാത്രമാണ് ഇന്ന് അവരുടെ ഇന്റഗ്രിറ്റി ഉള്ളതുകൊണ്ടല്ലേ അതുപോലെ പറഞ്ഞു മിസ്റ്റർ രാഹുൽ ഈശ്വർ പറഞ്ഞു ടെമ്പിളിന് പ്രോബ്ലം ഉണ്ടായപ്പോൾ രാജകുടുംബം സഹായിച്ചു. നേരെ തിരിച്ചാണ്. രാജ്യത്തിന് പ്രശ്നം ഉണ്ടായപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തും അതുപോലെ അതിന് പിന്നീടുള്ള രാജ്യത്തിന്റെ കാലത്തും രാജ്യത്തിന് പോവർട്ടി ഉണ്ടായപ്പോൾ ടെമ്പിളിലെ പ്രോപ്പർട്ടി ടെമ്പിളിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ആ കടം വാങ്ങിച്ച പണം അതേ പലിശ സഹിതം തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? രാജകുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അക്കോർഡിംഗ് ടു ദി കിങ് ഓഫ് ട്രാവൻകൂർ ടെമ്പിൾ പ്രോപ്പർട്ടി ഈസ് ഡിസ്റ്റിങ്ക്ട് ഫ്രം ദ സ്റ്റേറ്റ് പ്രോപ്പർട്ടി. അതുകൊണ്ടാണല്ലോ തിരിച്ചു കൊടുക്കുന്നത്, അല്ലെ? തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ദാറ്റ് മീൻസ് traditionally the Maharaja of Travancore always accepted this temple and the properties of the temple not as state property, not as property of the king, but a different entity altogether. We agree with that. ഞങ്ങളുടെ പോയിന്റ് അതിലേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ അത്തരം നിയമപരമായ കാര്യങ്ങൾ നിൽക്കുമ്പോൾ ശാസ്ത്രമംഗലം അജിത് ചൂണ്ടിക്കാണിക്കുന്നത് ആ വസ്തുതകളെ ബേസ് ചെയ്തിട്ടാണ്. ചന്ദ്രൻകുട്ടി ഒരു ഇരട്ട മുഖം അവിടുത്തെ പ്രവർത്തനങ്ങളിൽ. കാര്യം ചന്ദ്രൻകുട്ടിക്കായിരിക്കും അത് ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ കഴിയുകയും പറയാൻ കഴിയുകയും ചെയ്യുക. ഈ ഒരു ഇരട്ട മുഖം, അതായത് നിയമം ഒന്ന് പറയുന്നു, പുറത്തു പറയുന്ന പ്രസ്താവനകൾ, അതിനപ്പുറത്തേക്ക് ക്ഷേത്രത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ, ഈ ഒരു ഇരട്ട മുഖം, ഈ റോയൽ എന്ന് രാഹുൽ ഈശ്വർ പറയുന്ന അദ്ദേഹം ഉപയോഗിച്ച വാക്കതാണ്, ഇന്നും ആ കൊട്ടേഷനിൽ നിൽക്കുമ്പോൾ ഉണ്ടോ? ഏത് തരത്തിലാണ് യഥാർത്ഥ ചിത്രം? അല്ല, അതിൽ യഥാർത്ഥ ഒരു വാക്കുകൊണ്ട് അത് പറഞ്ഞു നിർത്താണ്. കാര്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യത്തെ ഇന്നും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പരമസത്യം. ജനാധിപത്യപരമായിട്ടുള്ള നടപടിക്രമങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഈ കേസോ ഈ അമ്പലമോ ഈ നിലയ്ക്ക് വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പോഴും രാജഭരണമാണ് നടക്കുന്നതെന്നുള്ളൊരു തോന്നൽ രാജകുടുംബാംഗങ്ങൾക്ക് കൊണ്ട്, അതുകൊണ്ടാണ് തൻപ്രമാണിത്വം, എന്തും ആരും ഞങ്ങളെ ചോദ്യം ചെയ്യാനില്ല എന്നുള്ള തൻപ്രമാണിത്വമാണ്. അത് പക്ഷേ ഒളിഞ്ഞോ തെളിഞ്ഞോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവരോടുള്ള കൂറുകൊണ്ടോ പല ഭരണാധികാരികളും ചിലപ്പോൾ ഒരുപക്ഷെ അത് കണ്ടില്ല എന്നടിക്കുകയാണ്. ഇവിടെ പറഞ്ഞതുപോലെ പിന്നെ രാഹുൽ ഈശ്വർ പറഞ്ഞു, പിന്നെ പണ്ടെന്തോ ഒരുപാട് സാമ്പത്തികം സഹായിച്ച് അവരിതൊക്കെ കാത്തു സൂക്ഷിച്ചു എന്ന് പറയുന്നത്. ആരാ പണ്ട് ഇവിടെ രാജ്യം ഭരിച്ചിരുന്നത്? ജനാധിപത്യമല്ലല്ലോ. രാജഭരണം നടന്ന കാലത്ത് രാജ്യം ഭരിച്ചിരുന്ന ആളാണ്. ആ ബഹുമാനമാണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ടു പോവാൻ ഈ കുടുംബം തയ്യാറായില്ലെങ്കിൽ ഇനിയും ഒരുപാട് ജനങ്ങളുടെ മുമ്പ് ഒരുപാട് വഷളായി പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അതാണ്. ആ ജനാധിപത്യ ക്രമത്തിലേക്കുള്ള ഒരു മാറ്റം ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് ഇത്തരം വ്യവസ്ഥകൾക്ക് കഴിയുന്നില്ല? അതൊരു തിരിച്ചറിവ് അത് നമുക്ക് ഇവർക്ക് നഷ്ടപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ സർക്കാർ അതും കൂടെ ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. കാര്യം സർക്കാർ ഒരു ഭാഗമാണ്. പലതരത്തിൽ നമ്മുടെ ചീഫ് സെക്രട്ടറി തന്നെ അഫിഡവിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ പറയുന്ന ഡീറ്റെയിൽസ് ഉണ്ട്. അതൊക്കെയും കണക്കാക്കുമ്പോൾ സർക്കാർ നിൽക്കുന്നു, രാജകുടുംബം നിൽക്കുന്നു, എല്ലാവരും പറയുന്ന വിശ്വാസം, ഭക്തർ, എവിടെയായിരിക്കും ഇതിൻ്റെ ഒരു മുഖം? ഇതിനകത്ത് ഇപ്പം സുപ്രീം കോടതിയിൽ കേരള സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഗുരുവായൂർ ദേവസ്വം രീതിയിൽ ഒരു ഭരണസമിതി ഉണ്ടാക്കും. ഇത് ആദ്യം ഞങ്ങളൊക്കെ പറഞ്ഞ കാര്യമാണ് സംസാരിക്കുമ്പം. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? മഹാരാജാവിൻ്റെ പ്രോപ്പർട്ടി തട്ടിയെടുക്കാൻ നോക്കുന്നു രാഷ്ട്രീയക്കാർ. അങ്ങനെ ലളിതമായി ഇക്വേറ്റ് ചെയ്യാണ്. പ്രോപ്പർട്ടി ആരുടേത് എന്ന് പറഞ്ഞപ്പോൾ ശ്രീ അജിത്ത് പറഞ്ഞല്ലോ, അത് സ്റ്റേറ്റിൻ്റെ ആയിട്ടല്ല കൺസീവ് ചെയ്തിരുന്നത്, രാജകുടുംബത്തിൻ്റെ ആയിട്ടല്ല കൺസീവ് ചെയ്തിരുന്നത്, വേറൊരു സ്പെഷ്യൽ എൻറ്റിറ്റിയാണ്. അവിടെയാണ് വിശ്വാസികളും ക്ഷേത്രവും ഒക്കെ വരുന്ന ഘടകം. ആ നിലയ്ക്ക് കാണുമ്പോഴാണ് ഒരു ദേവസ്വത്തെക്കുറിച്ച് ആലോചിക്കേണ്ടി വരുന്നത്. ഇത് ആദ്യം നമ്മൾ ഉന്നയിച്ചപ്പോൾ രാഹുൽ ഈശ്വർ അടക്കമുള്ളവർ സത്യത്തിൽ വിചാരിച്ചത് ഈ പ്രോപ്പർട്ടി രാജാവിൻ്റെതാണെന്നും അത് തട്ടിയെടുക്കലാണ് ലക്ഷ്യമെന്നും എന്നൊക്കെ വിചാരിക്കുന്ന അവസ്ഥയുണ്ടായി. ഇപ്പോൾ സർക്കാർ തന്നെ ഈ നിലയ്ക്കൊരു ദേവസ്വത്തെക്കുറിച്ചാണ് അവിടെ തന്നെ സംസാരിച്ചിരിക്കുന്നത്. അവിടെ ഒരു പ്രാതിനിധ്യം മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. രാജാവ് രാജ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെയും പ്രദീപിനെയൊക്കെ പറയുന്നത് ഒരു സിറ്റിസൺ മാത്രമാണ്. അതങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു ജനാധിപത്യ വിസ്തൃതി നമ്മുടെ മനസ്സിന് വേണം. പ്രത്യേക അധികാരവും അവകാശവും ഇല്ലായിരുന്നു. ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചാൽ ഇത് കൺക്ലൂഡ് ചെയ്യാം. ഇന്നലെ അവർ സുപ്രീം കോടതിയിൽ രാജാവിൻ്റെ വിഭാഗം, മുൻ രാജാവിൻ്റെ വിഭാഗം വാദിച്ചത് അമിക്കസ് ക്യൂറി 36 ദിവസം ഇവിടെ താമസിച്ചു, പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസിച്ചു എന്ന് മാത്രമല്ല ലളിത സഹസ്ര നാമം ജപിച്ചു ക്ഷേത്രത്തിനകത്ത്. ഇതൊക്കെ തെറ്റ്. ഇതാണ് പറഞ്ഞത്.
സുപ്രീം കോടതി എന്താ നിരീക്ഷിച്ചത്? പണമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പഞ്ചനക്ഷത്ര ഹോട്ടലോ ഇഷ്ടമുള്ള താമസിക്കാം, തെറ്റുണ്ടോ? ഇല്ല. വേണുഗോപാൽ മറുപടി പറഞ്ഞു ഇല്ല. ഇനി ഒരു ക്ഷേത്രത്തിൽ മറ്റൊരു ആരാധനാമൂർത്തിയെക്കുറിച്ച് ആലാപനം നടത്തിയാൽ അത് തെറ്റാവുമോ? അങ്ങനെ അതിനകത്ത് ഇടപെട്ട് കാണുക, അതെങ്കിൽ അദ്ദേഹത്തിൻ്റെ റിലീജിയസ് റൈറ്റ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടി വരില്ലേ? മറുപടി ഉണ്ടോ ചോദിച്ചപ്പോൾ വേണുഗോപാൽ ഇല്ല എന്നാണ് പറഞ്ഞത്. മറുപടി ഇല്ല, വിഡ്രോ ചെയ്തു. രാജകുടുംബത്തിന് വേണ്ടി അവർ അവതരിപ്പിച്ച വക്കീലിന് പോലും അതിനെ പ്രതിദാനം ചെയ്യാൻ കഴിയാത്ത ഗതികേടിലേക്ക് ആ കേസ് എത്തപ്പെട്ടതിന് കാരണം രാജകുടുംബം ഇപ്പോഴും കരുതുന്നു അവരാണ് ഭരണാധികാരി. ഒരു കാര്യം ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ, മിസ്റ്റർ ബാബു പറഞ്ഞതിനോട് ഇപ്പോഴും സുപ്രീം കോടതിയിൽ വാട്ട് ഈസ് അലിഗേഷൻ? എമിക്കസ് ക്യൂറിക്കെതിരെ പേഴ്സണൽ ആയിട്ടുള്ള അറ്റാക്കാണ്. എമിക്കസ് ക്യൂറി ഹോട്ടലിൽ താമസിച്ചു, എമിക്കസ് ക്യൂറി ലളിതാ സഹസ്രനാമം ചൊല്ലി, അല്ലെങ്കിൽ അത് ചെയ്തു ഇത് ചെയ്തു. പക്ഷേ ക്വസ്റ്റ്യൻ അതല്ല, ഡിസ്കഷന്റെ പോയിന്റ് അതല്ല. എമിക്കസ് ക്യൂറി എയോ ബിയോ ആയിക്കോട്ടെ, ഹൂ ഈസ് ബോതർഡ് അബൌട്ട് ദാറ്റ്? ഹി ഈസ് ഓൾസോ അനദർ ഹ്യൂമൻ ബീങ്. What does the Travancore king have got to say? രാജകുടുംബക്കാരെ എന്ത് ഈ റിപ്പോർട്ടിനെ പറ്റി അവരെന്ത്? Do they say that this report is false? Yes. That is the question. ഈ റിപ്പോർട്ട് false ആണെന്ന് അവർക്ക് കേസില്ലല്ലോ. Yes. ആ ചോദ്യം വരുമ്പോൾ രാഹുൽ ഈശ്വർ അതിലേക്ക് ഏതു തരത്തിലാകും പറയുക? ഒപ്പം ഭരണഘടനാ ലംഘനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? നിയമവും ഭരണഘടനയും വിശ്വാസവുമായി എന്ത് ബന്ധം പുതിയ കാലക്രമത്തിൽ? തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നടത്തിപ്പിൽ തിരുവിതാംകൂർ രാജകുടുംബം വൻതോതിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി സുപ്രീം കോടതി നിയോഗിച്ച ക്ഷേത്ര ഭരണസമിതി റിപ്പോർട്ട് വ്യക്തമാക്കുമ്പോൾ രാഹുൽ ഈശ്വർ ഇവിടെ 3 പൊസിഷൻസ് ആണ് അദ്ദേഹം പറഞ്ഞതിനോട്. ഇത് രാജഭക്തി കാരണമല്ല, ഒരു രാജ്യഭക്തി കാരണമാണ്. നടന്നു വന്ന വഴികളോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ആ പോയിന്റ് 100% എഗ്രി ചെയ്യുന്നു. ഞങ്ങൾ ആർഗ്യൂ ചെയ്യുന്ന പോയിന്റ്, അതായത് ഈ സ്വത്ത്, അതിനകത്തിരിക്കുന്ന അമൂല്യമായ ശതകോടികളുടെ അല്ലെങ്കിൽ ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ സ്വത്ത് ബിലോങ്സ് ടു ദി ഡീറ്റി, നമ്മുടെ ആ മൂർത്തിയുടെയാണ്, അല്ലെങ്കിൽ ശ്രീ പത്മനാഭന്റെ ആണെന്നുള്ളതാണ് നമ്മുടെ പൊസിഷൻ. അത് രാജകുടുംബത്തിന്റെ അല്ല, ടെമ്പിളിനും ആ ഡീറ്റിക്ക് നമ്മുടെ പേരൻ പെട്രീഷ അല്ലോ എല്ലാം പ്രകാരം അത് അക്സെപ്റ്റഡുമാണ്. കാര്യം മൂർത്തി ഒരു പെർപ്പച്വൽ മൈൻഡറാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അത് അമ്പലമാണ്, അമ്പലത്തിൽ നിന്ന് മാറ്റേണ്ട എന്നുള്ളതാണ്. 2, അമിക്കസ് ക്യൂറിയെ കുറിച്ചുള്ളൊരു ആക്ഷേപം, അദ്ദേഹം ആചാര കാര്യങ്ങളിൽ ഇടപെട്ടു എന്നാണ്. അദ്ദേഹം അത് ലളിതാ സഹസ്രനാമം പാടിയതല്ല, വെങ്കടേശ്വര സുപ്രഭാതം അടക്കം ഈ ക്ഷേത്രത്തിൽ ആലപിക്കണമെന്ന് പറയുന്നതിലാണ്. അതായത് കാരണം വെങ്കടേശ്വര സുപ്രഭാതത്തോട് ആർക്കും എതിർപ്പില്ല, പക്ഷേ ഈ അമ്പലത്തിന്റെ ആചാരക്രമങ്ങളിൽ അദ്ദേഹമായിട്ട് ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു എന്ന ആരോപണം അമ്പലത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് തന്നെ ശക്തമാണ്. ഇന്നലെ പോലും ശശിഭൂഷൺ സാർ അടക്കം പലരും ഈ വിമർശനം പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ നിന്നില്ല. എനിക്ക് തോന്നുന്നില്ല ശ്രീ ചന്ദ്രൻകുട്ടിയെ ന്യായീകരിക്കാൻ നിൽക്കുമെന്ന്. ആചാര കാര്യങ്ങളിൽ ഇടപെടാനുള്ള അദ്ദേഹത്തിന്റെ അമിത താല്പര്യം പലർക്കും അരോചകത്വം തോന്നിയെന്നോ സംശയം ഉണ്ടാക്കിയെന്നോ പറയുന്നതിൽ തെറ്റില്ല. 3, അദ്ദേഹത്തിന്റെ ഭാഷ, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിലെ ഭാഷ ലീഗൽ സാങ്ക്ടിറ്റി ഉള്ള ഭാഷയാണോ എന്ന് ചോദിച്ചാൽ നിഷ്പക്ഷനായ ഒരു വ്യക്തിയുമാണെന്ന് പറയുമെന്ന് തോന്നുന്നില്ല. കാര്യം ചന്ദ്രൻകുട്ടി അദ്ദേഹത്തെ എനിക്ക് വിശ്വാസമാണ്. പക്ഷേ എങ്ങനെയാണ് അമിക്കസ് ക്യൂറി ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത്? ദ ഫോളോയിങ് ഫാക്ട്സ് ആർ റിവീൽഡ് ടു മീ ബൈ ചന്ദ്രൻകുട്ടി. അപ്പോൾ ഇത് ഫോളോയിങ് ഫാക്ട്സ് ആണെന്ന് എങ്ങനെ കണ്ടെത്തി? റിവീൽഡ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? ദീസ് ആർ ദി ഫോളോയിങ് അലിഗേഷൻ റേസ് ബൈ ചന്ദ്രൻകുട്ടി എന്ന് എഴുതുന്നതിന് പകരം ദീസ് ഫോളോയിങ് ഫാക്ട്സ് ആർ റിവീൽഡ് ടു മീ എന്ന് പറയുമ്പോൾ അതിൽ പ്രജുഡിസ് ആൾക്കാർ സംശയിച്ചെങ്കിൽ കുറ്റം പറയാൻ കഴിയില്ല. ഒരു വരി അല്ല, പക്ഷേ അത് അദ്ദേഹം ഒരു അന്വേഷണ മെക്കാനിസം ആണോ? 2, എല്ലാ വിശ്വാസ സംഘടനകൾക്കും ആദ്യം അമിക്കസ് ക്യൂറിക്കെതിരെ ഒരു നിലപാട് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ തന്നെ വളരെ ശക്തമായ തർക്കം ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളോടുള്ള ഇന്റർവ്യൂ അത് സുപ്രീം കോടതി വിമർശിച്ചു എന്ന് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതെ, മാധ്യമങ്ങളോട് അദ്ദേഹം അമിതമായി മാധ്യമങ്ങളോട് ഇന്ററാക്ട് ചെയ്തു. സംസാരിച്ചിട്ടില്ല, ചിരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അദ്ദേഹം ഈ റിപ്പോർട്ട് അടക്കം എങ്ങനെ മാധ്യമങ്ങളിൽ വന്നു നമുക്കെല്ലാം അറിയാം. ഏതോ ഒരു പ്രത്യേക ചാനലിന്റെ ഡൽഹി ബ്യൂറോയിലെ റിപ്പോർട്ടർ മാത്രം ഈ റിപ്പോർട്ട് എങ്ങനെ ചോർന്ന് കിട്ടി നടക്കാനുള്ള ചോദ്യങ്ങൾ പോട്ടെ, അതൊക്കെ ഈ കാലഘട്ടത്തിലെ മാധ്യമ ആക്ടിവിസ്റ്റ് എന്ന് പറയാം. പക്ഷേ അദ്ദേഹം വിമർശനങ്ങൾക്ക് അതീതനാണ് എന്നൊരു പൊസിഷൻ എടുക്കാൻ പാടില്ല. ഓവർ സെൻസിറ്റീവ് ആവരുത്. ഇത് 2ാം വട്ടമാണ് പറയുന്നത് ഞാൻ അമിക്കസ് ക്യൂറി മാറുമെന്ന്. അപ്പോൾ അത്തരം രീതിയിൽ ടെമ്പർമെന്റ് ഇഷ്യൂ എന്ന് IB റിപ്പോർട്ട് പോലും സൂചിച്ച കാര്യങ്ങൾ പറയരുത്. ഒരു വരി കൂടി, അദ്ദേഹത്തെ ഈ അവസരത്തിൽ അമിക്കസ് ക്യൂറി മാറ്റില്ല എന്ന് അദ്ദേഹത്തിനും അറിയാം, നമുക്കും അറിയാം. ഇത്രയും ലേറ്റർ സ്റ്റേജിൽ അദ്ദേഹം മാറാനുള്ള സാധ്യതയില്ല, മാറ്റണമെന്ന് ആവശ്യപ്പെടാനും സാധ്യതയില്ല. അതുകൊണ്ട് അദ്ദേഹം വീണ്ടും ആവശ്യപ്പെടുന്ന അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണ്, മാറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ദാവയുടെ ബെഞ്ചിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ സെൻസിറ്റീവായ ബെഞ്ചാണ്, ഒരു ബാലൻസ്ഡ് ആയ വേർഡിക്റ്റ് ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഭാസുരേന്ദ്ര ബാബു, ആ ന്യായീകരണം നിലനിൽക്കുന്നുണ്ടോ? കാരണം എല്ലാ തലങ്ങളിലും ഒരു വലിയൊരു പ്രഷർ കൊണ്ടുവരിക. രാജകുടുംബം റെപ്രസെന്റ് ചെയ്യുന്നത് KK വേണുഗോപാൽ, ഹരീഷ് സാൽവെ, ഇന്ത്യ കണ്ടിട്ടുള്ള പ്രഗത്ഭർ, അവർ വന്നു നിന്ന് സുപ്രീം കോടതിയുടെ പ്രതിനിധിയെ, അമിക്കസ് ക്യൂറി എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അറ്റാക്ക് ചെയ്യുക. അതിൻ്റെ വേറൊരു വെർഷനാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ പറയുന്നതും. അവിടെ KK വേണുഗോപാൽ പറഞ്ഞതും ഇതാണ്: ദി ആക്ഷൻ ഓഫ് ദി അമിക്കസ് ക്യൂറി നോട്ട് ഓൺലി exceeds his authority,
but is also in direct violation of freedom of conscience and practice of religion guaranteed by Article 25 of Indian Constitution. ഭരണഘടനയെ കൂട്ടുപിടിക്കുകയാണ്. ശാസ്ത്രമംഗല രാജ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇത്തരം രാഹുൽ ഈശ്വർ പറയുന്നത്, കെ വേണുഗോപാൽ പറയുന്നത്, ഹരീഷ് സാൽവെ പറയുന്നത് ഒരു പ്രഷർ കൊണ്ടുവരിക, അതിനപ്പുറത്തേക്ക് ചില കോൺഫിഡൻസുകൾ, അദ്ദേഹത്തിന്റെ വാദഗതികൾക്ക് ഏതു തരത്തിലായിരിക്കും ഒരു വിലയിരുത്തൽ ഉണ്ടാവുക? അമിക്കസ് ക്യൂറി അവതരിപ്പിച്ച് ഇങ്ങോട്ട് അയക്കുന്നത് സുപ്രീം കോടതി തന്നെയാണ്. സുപ്രീം കോടതി അയക്കുമ്പോൾ അതേ സുപ്രീം കോടതിയിൽ അമിക്കസ് ക്യൂറിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ സുപ്രീം കോടതിയോട് പറയാം. അതിന് അമിക്കസ് ക്യൂറിയെ ആക്ഷേപിക്കുന്ന രീതിയിൽ അതിനെതിരെ സംസാരിക്കുകയല്ല ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെ ചെയ്യുന്നത്, ഇനി ആക്ഷേപം നോക്കാം, രാവിലെ 3 മണി വരെ എന്ത് പണിയാണ് ഇവിടെ? ആ സമയത്ത് പല പണികളും മുമ്പ് നടന്നതെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 3 മണിക്ക് തന്നെ വന്ന് നിൽക്കേണ്ടി വരുന്നത്. അതൊരു അവസ്ഥാന്തരം സൃഷ്ടിക്കരുതായിരുന്നു രാജകുടുംബത്തിൻ്റെ ക്രെഡിബിലിറ്റി പാടെ തകർക്കുന്നതാണ് ഈ 2 റിപ്പോർട്ടുകൾ. ഇത് പൂർണ്ണമായും രാജകുടുംബത്തിൻ്റെ ക്രെഡിബിലിറ്റിക്കെതിരെ വന്നിരിക്കുന്ന അമ്പുകൾ തന്നെയാണ്. അതിന് അവസരം സൃഷ്ടിച്ചത് രാജകുടുംബം തന്നെയാണ് താനും. അതിപ്പോൾ മുതലല്ലോ തുടങ്ങിയത്, ആ ട്രസ്റ്റിൻ്റെ കാലം മുതൽ തുടങ്ങിയതാണല്ലോ ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയാത്ത വണ്ണം രാജകുടുംബത്തിൻ്റെ ഈ മുഖം അല്ലെങ്കിൽ മുഖംമൂടി അഴിഞ്ഞു വീഴുന്നു ഈ കാര്യത്തിൽ. അതുകൊണ്ട് രാജകുടുംബത്തോട് ഭക്തി പുലർത്തിയിരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ വരും. രാഹുൽ ഈശ്വറിൻ്റെ വാക്കുകൾ മുറിയുന്നതൊക്കെ അവിടെ വെച്ചാണ്. നമുക്കത് മാറാം. ഞാൻ പറഞ്ഞ ആൾ ഇൻക്ലൂസീവായ സിസ്റ്റത്തെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. മുൻകാലത്ത് ചെയ്തൊരു തെറ്റ്, ചില കാര്യങ്ങൾ ജനാധിപത്യത്തേക്കാൾ വലുതാണ് രാജാധികാരം, നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. ഇതാ ഇപ്പോൾ തിരുത്താനാണ് പ്രേരിപ്പിക്കുന്നത് കോടതി. നമ്മൾ ഇത് രാജ്യത്തിൻ്റെതാണ്, രാജ്യ നിയമങ്ങൾ പാലിക്കേണ്ടതാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. രാജകുടുംബത്തിൻ്റെ നിയമങ്ങളല്ല, ക്ഷേത്രത്തിൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾ തന്നെയാണ് പാലിക്കപ്പെടേണ്ടത്. ആ വ്യത്യാസം ഇപ്പോൾ സംഭവിക്കുമ്പോൾ നാം ജനാധിപത്യത്തിൻ്റെ ഉചിത പങ്കി നിറഞ്ഞ ആ അഡ്വൈസാണ് സ്വീകരിക്കേണ്ടത്. അതൊരു നല്ല അനുഭവമായിരിക്കണം രാജഭക്തന്മാർക്ക് പോലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചന്ദ്രകുട്ടി, ആ ഓർമ്മപ്പെടുത്തൽ ഭാസുരേന്ദ്ര ബാബു തരുമ്പോൾ അത് കോടതിയെ ചുവട് പിടിച്ചുകൊണ്ട് അദ്ദേഹം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു, അമിക്കസ് ക്യൂറി 3 മണിക്ക് അവിടെ പോകുന്നു, അത് രാജകുടുംബം വിമർശിക്കുമ്പോൾ അതിനുള്ള സാഹചര്യം എന്ത്? രാഹുൽ ഈശ്വർ അമിക്കസ് ക്യൂറിക്ക് നേരെ ഉയർത്തിയ വിമർശനങ്ങൾ അവിടെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊക്കെയും എന്താണ് അവിടെ യഥാർത്ഥത്തിൽ ഈ അവസ്ഥയിൽ നടക്കുന്നത്? ആ ചിത്രം ചന്ദ്രൻകുട്ടിക്കായിരിക്കും നൽകാൻ കഴിയുക. അല്ല, ഞാൻ ചോദിച്ചത് ഈ നമ്മുടെ ഗോപാൽ സുബ്രഹ്മണ്യം സാർ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായി രാഹുൽ ഈശ്വറൊന്നും കാണരുത്. ഇന്ത്യയിൽ അറിയപ്പെടുന്ന 4-5 വക്കീലന്മാരിൽ ഒരാളാണ് അദ്ദേഹം. 35 ദിവസം സുപ്രീം കോടതിയിലെ വളരെ സീനിയർ വക്കീലാണ്. 35 ദിവസമാണ് ഇവിടെ നിന്നതെന്നുള്ള കാര്യം ഓർക്കണം. ആരുടെ സർക്കാരിൻ്റെയോ രാജകുടുംബാംഗങ്ങളുടെയോ 10 പൈസ കൈനീട്ടി വാങ്ങിക്കാതെ അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ നിന്നിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തത്. അദ്ദേഹത്തിന് അവിടെ വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് ഒരു ദിവസം തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലായിട്ടാണ്, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം 35 ദിവസം അവിടെ ക്യാമ്പ് ചെയ്തതും ഈ കാര്യങ്ങൾ മുഴുവനും. ഞാനിപ്പോൾ രാഹുൽ ഈശ്വർ ആ കുടുംബമായിട്ട് വളരെ ഭക്തി കാണിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്കൊക്കെ ഭക്തിയുണ്ട്. എങ്ങനെ ഭക്തിയാണ്? ഞങ്ങളെല്ലാം അവർ കഴിഞ്ഞ കാല രാജഭരണം നടത്തിയിരുന്ന ആളാണ്. തിരുവിതാംകൂർ കുടുംബത്തെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ ആരാധനയും ബഹുമാനമൊക്കെ ഉണ്ട്. പക്ഷെ ആ ബഹുമാനം നിലനിർത്തേണ്ടത് അവരാണ്, ഞങ്ങളല്ല. അവർ നിലനിർത്തണം. നമ്മളൊരാളിനെ ബഹുമാനിക്കുമ്പോൾ ആ ബഹുമാനം എന്തുകൊണ്ടാണ് അവർ ഞങ്ങളെ ബഹുമാനിക്കുന്നത്? ആ ബഹുമാനത്തോട് അതിൻ്റെ ആ മൂല്യം നിലനിർത്തിക്കൊണ്ട് നമുക്ക് പോകണമെന്ന് തീരുമാനിക്കേണ്ട അവരാണ്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അമിക്കസ് ക്യൂറി അന്ന് യാദർച്ഛ്യമായിട്ട് ഇവിടെ ഇതുമായിട്ട് നടപടിക്രമങ്ങളായിട്ട് വരുമ്പോൾ 1-2 ദിവസം അദ്ദേഹം പരിശോധിച്ച് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞതിനെക്കാട്ടിയും ഭീകരമായിരുന്നു അവിടുത്തെ അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ 6 മാസമായ കമ്മിറ്റി പോലും എന്താ പറഞ്ഞിരിക്കുന്നത്? 6 മാസമായ സുപ്രീം കോടതി നിശ്ചയിച്ച ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയിലെ ഒരു അംഗവും കൂടെ അതിനകത്തുണ്ട്. ആ കമ്മിറ്റി പരിശോധിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞതിനെക്കാട്ടിയും ഭീകരമായ അവസ്ഥയാണ് അവിടെ നിന്ന് പറയും. ഇനിയും ഞങ്ങൾ പലതും ഇപ്പം ഞങ്ങളെ പേരിൽ പരാതി, എൻ്റെ പേരിൽ തന്നെ നോട്ടീസ് അയച്ചു, വക്കീൽ നോട്ടീസ് അയച്ചു. നടപടിക്ക് പോയിക്കുക. ഞാൻ മറുപടിയൊന്നും കൊടുത്തിട്ടില്ല. ഞാനിപ്പോഴും പറയുന്നു, അവരത് മറുപടി പറയാനായിട്ടുള്ള അവസരം കോടതിയിൽ അവരുണ്ടാക്കി തരണം. ഇനിയും പല കാര്യങ്ങൾ വെട്ടി തുറന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ അവർ ബഹുമാനിച്ച്, അതെ, ഒരുപാട് ഞങ്ങൾ ആ കോടതിയിലെ മുമ്പേ ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട കോടതികളെ മുമ്പേ ഞങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട്. ഞങ്ങൾക്ക് പറയാൻ അവർ അവസരം തരണമെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാം വെട്ടി തുറന്ന് ഞങ്ങൾ പറയും. ഞങ്ങൾക്ക് ഒരു മടിയില്ല. കാര്യം ഞങ്ങളിതെല്ലാം ഈ രാജ്യത്തിൻ്റെ, രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ, അവിടെ ഉണ്ടായിരുന്ന മൂല്യങ്ങൾ മാത്രമല്ല, ഞങ്ങൾ പറഞ്ഞ അവിടെ ഇരുന്ന കുറേ പഴയ സ്വർണവും വെള്ളിയും സൂക്ഷിക്കണമെന്ന് മാത്രമല്ല, സ്വത്തുക്കളുണ്ട്. ഭഗവാന്റെ പേരിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് ഒന്നൊന്നൊന്നായിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാം.
അവരത് ഉൾക്കൊള്ളണം. ഞങ്ങൾ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞല്ലോ എനിക്ക് നാളെ എന്തും ആവാം എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ രാജകുടുംബാംഗങ്ങൾ ഇപ്പം ഞങ്ങളവിടെ കേസിൽ കക്ഷിയായിരുന്ന പല ആളുകളും ഇപ്പോൾ ഈ രാജകുടുംബത്തിൻ്റെ ആരാധകരായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളൊരു 3-4 എണ്ണം മാത്രമേ ഇങ്ങനെ നടന്ന് ഫൈറ്റ് ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ പറയുന്നത് ഇത് കിട്ടിയാൽ ഇതിൻ്റെ ഒരു വിവാഹം ചന്ദ്രൻകുട്ടിയുടെ കുടുംബത്തിന് ബഹുമാനപ്പെട്ട മൺമറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സുന്ദർ സാറിനൊന്നും ഇത് കിട്ടാൻ പോകുന്നില്ല. ഈ രാജ്യത്തുണ്ടാവണം, ഈ രാജ്യത്ത് ഭഗവാന്റെ സമ്പത്തായിട്ട് നിലനിൽക്കണം, ഈ ചൈതന്യം ഇവിടെ നിലനിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ടാണ് ഞങ്ങൾ നിലവിളിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ നീതി കിട്ടേണ്ടടുത്തെല്ലാം പോയിട്ട് കിട്ടാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതികളെ സമീപിച്ചത്. ആ കോടതികളെ സമീപിച്ച് ഞങ്ങൾ സുപ്രീം കോടതി പരമോന്നത കോടതിയുടെ മുമ്പേ നിൽപ്പുണ്ട്. ഇന്ന് വരെയുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ചും ഭഗവാനായി കൊണ്ടുവന്നതാ. എനിക്ക് തോന്നുന്നത് ഒരു നിമിത്തമാണ് ഗോപാല സുബ്രഹ്മണ്യ സാറിനെ പോലെയുള്ള ഒരാൾ ഇവിടെ വന്നത് ഭഗവാന്റെ നിമിത്തമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും വന്ന ഇതൊക്കെ ഇങ്ങനെയൊക്കെ എത്തുമെന്ന് പോലും ചിലപ്പോൾ ഞങ്ങളാരാ? ഈ തിരുവിതാംകൂർ കുടുംബം എന്ന് പറയുന്നത് ഒരു മഹാസമുദ്രം പോലെ നിൽക്കുന്നതാണ്. ഞങ്ങളെപ്പോലെയുള്ള എന്താ പറയുക, അതിൽ ചെന്ന് ചേരുന്ന ചെറിയ അരുവിയും അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് പോലെ നിൽക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഇതുവരെ കൊണ്ടെത്തിച്ചതെന്ന് പറയുന്നത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ആ ചൈതന്യം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. നാളെയും ഇത് പൂർണ്ണതയിൽ എത്തും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുമ്പോട്ട്. ഇതിപ്പോൾ ഇത്രയും നിൽക്കുമ്പോഴും ഈ പുതിയ ഭരണസമിതിയൊക്കെ വരുമ്പോഴും ഇപ്പോഴും അതിൻ്റെ അകത്ത് ഈ മിസ്അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നൊരു കാര്യം നിലവിൽ ഈ അവസ്ഥയിൽ മാനിപ്പുലേഷൻ നടത്താൻ രാജകുടുംബത്തിന് ഇപ്പോഴും സ്വാധീനമുണ്ടോ? അല്ല, അത് ചോദിക്കുന്നത് അതിനകത്ത് ചില കാര്യങ്ങളിൽ ഇപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്ന കമ്മിറ്റികളെ കുറച്ചുകൂടെയൊക്കെ നന്നായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇവർ അല്ലാതെ തന്നെ പുറമേ അപ്പുറത്ത് ഇപ്പോൾ കല്യാണ മണ്ഡപമായിരുന്നാലും മറ്റൊരു ഇപ്പം തന്നെ നവമീയുടെ പേരിൽ ട്രസ്റ്റ് എനിക്ക് തോന്നുന്നു ഏതൊരു ഇതുമില്ലാതെ ബോർഡ് വെച്ചിട്ട് ആരാണ് എന്താണെന്ന് വെച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചെടുത്തു. ലക്ഷക്കണക്കിന് രൂപ 20 രൂപ 50 രൂപ ടിക്കറ്റ് വെച്ച് പിരിച്ചെടുത്തു. അക്കൗണ്ടബിൾ അല്ല. ഇത് ഇവർക്ക് എന്താ ഇവരെന്തിനാ ഈ താഴെത്തട്ടിലേക്ക് ഇവരെന്തിനാ ഇറങ്ങി വരുന്നത്? ചന്ദ്രൻകുട്ടി അടക്കമുള്ളവർ ചോദിക്കുന്നത് വീണ്ടും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. 25-ന്റെയും 10-ന്റെയും കൂപ്പൺ കൊണ്ടുവരിക, ലക്ഷങ്ങൾ കോടികളായി അത് മാറ്റിയെടുക്കുന്നു. അപ്പോഴും അവിടെ പറയുന്നത് അതാണ്, എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നാൽ വിമർശിക്കപ്പെടുന്നു, അമിക്കസ് ക്യൂറി വന്നാൽ വിമർശിക്കപ്പെടുന്നു. അപ്പോഴും പറയുന്നു വിശ്വാസമാണ് 25th ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. റെലവൻസ് ഉണ്ടോ ആ വാദഗതികൾക്ക്? ഒരു റെലവൻസും ഇല്ല. മാത്രമല്ല അതിനകത്ത് നിന്ന് വേറൊരു പോയിന്റിൽ നിന്നാണ് തുടങ്ങേണ്ടത്. കാരണം എൻ്റെ ഫ്രണ്ട് മിസ്റ്റർ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ ഈ ഇദ്ദേഹത്തിൻ്റെ എമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് മുഴുക്ക ഈ ചന്ദ്രൻകുട്ടി പറഞ്ഞതനുസരിച്ചാണ് റിപ്പോർട്ടെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ കയ്യിൽ ആ റിപ്പോർട്ടിൻ്റെ കോപ്പിയുണ്ട്. ഈ റിപ്പോർട്ടിനകത്ത് മണക്കാട് ചന്ദ്രൻകുട്ടിയെ പറ്റിയോ ഏതെങ്കിലും അങ്ങനെ ആരെങ്കിലും പറഞ്ഞതായിട്ടോ യാതൊരു തരത്തിലുള്ള പരാമർശവുമില്ല. ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത് ദേ ഹാവ് കണ്ടക്റ്റഡ് എ ഫീൽഡ് സർവേ. എന്നിട്ട് പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞുള്ള സ്പെസിഫിക് ഇൻസിഡൻറ്റ് 2 ഏക്കർ 12 സെൻറ്റ് സ്ഥലത്തിൻ്റെ ട്രാൻസ്ഫറിനെ പറ്റി പറഞ്ഞു. ആ ട്രാൻസ്ഫറിനെ പറ്റി അവർ പോയിട്ട് ഡോക്യുമെന്റ്സ് പരിശോധിച്ചു. എക്സാക്ട്ലി. അത് ദീസ് ഡോക്യുമെന്റ്സ് ആർ സെൽഫ് സ്പീക്കിംഗ് ഡോക്യുമെന്റ്സ്. എങ്ങനെ കള്ളം പറയാൻ പറ്റും? ഇതൊന്നും ഇല്ലാന്ന് പറയാൻ പറ്റും? രാഹുൽ ഈശ്വർ പറയുന്നതനുസരിച്ച് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഒരു അമിക്കസ് ക്യൂറി സുപ്രീം കോടതിയിൽ നിന്ന് വരുമ്പോൾ അത് അന്വേഷണത്തിന്, താങ്കളുടെ ചോദ്യം അതാണെന്ന് തോന്നുന്നു, ഇൻവെസ്റ്റിഗേറ്റീവ് പവർ പ്ലസ് ആചാര കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ്. അതായത് അതൊരു ചോദ്യമായി ഒരു അഡ്വക്കേറ്റാണ് താങ്കൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ വരുന്നു ഈ ഡീഡ്സ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ അലിഗേഷൻ ചന്ദ്രൻകുട്ടിയോ അല്ലെങ്കിൽ ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന അലിഗേഷൻസിന്റെ സത്യസന്ധത പരിശോധിച്ച് കാര്യങ്ങൾ വിലയിരുത്തുന്നതിൽ എന്തെങ്കിലും നിയമ തടസ്സമുണ്ട്? ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടത് വി ആർ ആക്ച്വലി മിസ്സിംഗ് ദ വുഡ്സ്. ഇതൊന്നുമല്ല ഇഷ്യൂ. അദ്ദേഹം വന്നിട്ട് അവിടെ ലളിതാ സഹസ്രനാമം ചൊല്ലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചൊല്ലിയോ അവിടെ എന്തെങ്കിലും പറഞ്ഞു, അതൊന്നുമല്ല ഇഷ്യൂ. പോയിന്റ് അതൊന്നുമല്ല. പോയിന്റ് എന്ന് പറയുന്നത് നൗ ദെയർ ഇസ് എ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് കള്ളമാണോ സത്യമാണോ? ദാറ്റ് ഇസ് എ പോയിന്റ്. ഈ റിപ്പോർട്ട് സത്യമാണെങ്കിൽ രാജകുടുംബത്തിൻ്റെ കേസുണ്ടോ? ഈ റിപ്പോർട്ട് കള്ളമാണ്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫീൽഡ് സ്റ്റഡി റിപ്പോർട്ട് കറക്റ്റ് അല്ല. 2 ഏക്കർ 12 സെൻറ്റ് സ്ഥലം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നുണ്ട്, കളവാണ്. അങ്ങനെ ട്രാൻസ്ഫറേ നടന്നിട്ടില്ല. അങ്ങനെ ട്രാൻസ്ഫറേ നടന്നിട്ടില്ല. ഈ റിപ്പോർട്ട് മുഴുവൻ കള്ളമാണ്. ദിസ് ഷുഡ് നോട്ട് ബി അക്സെപ്റ്റഡ്. നമ്മൾ എന്തിനൊരു പേഴ്സണാലിറ്റി അറ്റാക്ക് ചെയ്യണം? ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്? എ ഓർ ബി എന്നുള്ള ഡീറ്റെയിൽഡ് മറുപടി ഒരുപക്ഷേ അമിക്കസ് ക്യൂറി കുഡ് ഹാവ് കണ്ടക്ടഡ് ഹിംസെൽഫ് ഇൻ എ ബെറ്റർ വേ. അതുണ്ടെങ്കിൽ ഞങ്ങൾക്കടക്കം പലർക്കും സ്പേസ് ഉണ്ടാവില്ല എന്ന കാര്യം ചെയ്തോ ബി ചെയ്തോ എന്നുള്ളത് ഞാൻ പറയട്ടെ. അതൊന്നും നമ്മൾ ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇറ്റ് ഇസ് നോട്ട് ഓൺലി ഇറലവന്റ് ഇഷ്യൂസ്. കോടതിയെ കാര്യങ്ങൾ സത്യസന്ധമായ ബോധ്യപ്പെടുത്താനുള്ള അടിസ്ഥാന കാര്യങ്ങൾ. ഫണ്ടമെന്റൽ ഇഷ്യൂ അതല്ല. ഫണ്ടമെന്റൽ ഇഷ്യൂ അമിക്കസ് ക്യൂറിയോ അല്ലെങ്കിൽ സുപ്രീം കോർട്ട് അപ്പോയിന്റഡ് കമ്മിറ്റിയോ ഒന്നുമല്ല. ഫണ്ടമെന്റൽ ഇഷ്യൂ എന്ന് പറയുന്നത് വെദർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദി ശ്രീ പത്മനാഭ
1965 ഡോക്യുമെൻ്റ് അനുസരിച്ചുള്ള പ്രോപ്പർട്ടീസ് ഓഫ് ദ ശ്രീ പത്മനാഭ മിസ്മാനേജ് ചെയ്തെങ്കിൽ ഏത് പ്രോപ്പർട്ടി മിസ്മാനേജ് ചെയ്തു? നമ്പർ 1. അങ്ങനെ മിസ്മാനേജ് ചെയ്ത പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ റിസ്യൂം ചെയ്യാം? ഇതല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്. മിസ്മാനേജ്മെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇതല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അല്ലെ എമിക്കസ് ക്യൂറി വെളുത്തിരിക്കുന്നോ കറുത്തിരിക്കുന്നോ എന്ന് എമിക്കസ് ക്യൂറിയെ എന്തുകൊണ്ടാണ് വിമർശിക്കുന്നത്? എന്തുകൊണ്ടാണ് എമിക്കസ് ക്യൂറി ഇത്രമാത്രം പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്? കാരണം വേറെ ആരും പറയാത്ത ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ധൈര്യപൂർവ്വം തിരുവനന്തപുരത്ത് വന്നിട്ട് വിളിച്ചു പറഞ്ഞു, നോക്കൂ നിങ്ങളുടെ രാജാവ് നഗ്നനാണ്. പറയാൻ പാടില്ല. രാജകുടുംബം ഒരുപക്ഷെ ഭക്തജന സംഘടനകളും എല്ലാം അവരുടെ അഭിപ്രായമല്ല. ഭക്തജന സംഘടനകൾക്ക് എന്തെല്ലാം അവരും പറഞ്ഞൊരു കാര്യം, അമിക്കസ് ക്യൂറിയുടെ പ്രവർത്തനത്തിന് എന്തെങ്കിലും ഒരു മാർഗ്ഗനിർദ്ദേശത്തിന്റെ രേഖകൾ വേണം. അദ്ദേഹത്തിന്റെ മാൻഡേറ്റ് എന്തൊക്കെയാണ്, അദ്ദേഹത്തിന് എന്തൊക്കെയാണ് അതോറിറ്റി ഉള്ളത്, ലോങ് ടേമിൽ തിരിച്ചും റൈറ്റ് ടു ഇൻഫർമേഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ താഴെ അമ്പലങ്ങളും പള്ളികളും എല്ലാം വരണം. ആ കാഴ്ചപ്പാടിനോടൊന്നും ആരും യോജിക്കുന്നില്ല. ചന്ദ്രൻകുട്ടി സാർ അടക്കമുള്ളവരോട് ഭക്തജന സംഘടനകളും വിശ്വാസങ്ങളിലും പല കാര്യങ്ങളിലും യോജിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ സമീപനത്തിന്റെ അപ്രോച്ചിന്റെ കാര്യത്തിലൊരു വ്യത്യാസം. ഇപ്പം തന്നെ നമ്മുടെ പഴയ ബെഞ്ച് മാറി. ചീഫ് ജസ്റ്റിസ് ലോധയുടെ ബെഞ്ചിലും പട്നായക്കിന്റെ ബെഞ്ചിലുമായിരുന്നു. ഇപ്പോൾ ദാവയുടെ ബെഞ്ചിലേക്കും ശ്രീ ടി.എസ്. താക്കൂറിന്റെ ബെഞ്ചിലേക്കും വന്നു. കുറച്ചുകൂടെ കൾച്ചറലി സെൻസിറ്റീവ് ആയിരിക്കും ദാവയുടെ ബെഞ്ച് എന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്, അദ്ദേഹത്തിന്റെ പല പബ്ലിക് പ്രൊനൗൺസ്മെന്റ്സും വഴി. ആ അർത്ഥത്തിൽ ഇതെല്ലാം എവിടെങ്കിലും ചെന്ന് നമ്മൾ കൂട്ടിക്കെട്ടണം. ഇത് അനന്തമായി പോകാൻ കഴിയില്ല. അപ്പോഴും ശാസ്ത്രമംഗലം അജിത്ത് ചോദിക്കുന്നത് അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് നേരത്തെ അതിനേക്കാൾ ഡാമേജിങ് ഈ റിപ്പോർട്ടാണ്. റിപ്പോർട്ട് നടക്കുന്നു. CAG വിനോദ് റായിയുടെ റിപ്പോർട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള. അല്ല, the point is ഈ വിനോദ് റായ് എന്ന് പറയുന്ന ആരാ? ഹൈലി ഡെക്കറേറ്റഡ് സിവിൽ സർവന്റ് അല്ലേ? Why are we forgetting that? And ഗോപാൽ സുബ്ബിന് ഹൈലി ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ഇവരെ? ഇവർക്കൊന്നും ഇന്റഗ്രിറ്റി ഇല്ല, ഇവരൊക്കെ കള്ളന്മാരാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ how can anybody? ഹൈലി ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഓഡിറ്റർ ആണ്. ഇത്തരം ചോദ്യങ്ങളും സംവാദങ്ങളും വരുമ്പോൾ ഇവിടെ ഏതു തരത്തിലാണ് നടപടികൾ ഉണ്ടാകേണ്ടത്? അവിടെ സംസ്ഥാന സർക്കാർ നിസ്സംഗത പുലർത്തുന്നുണ്ടോ, അതോ വളരെ കാര്യക്ഷമമായി തന്നെ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ രാജകുടുംബം, തിരുവിതാംകൂർ രാജകുടുംബം ക്ഷേത്രത്തിന്റെ നടത്തിപ്പിൽ വൻതോതിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായി സുപ്രീം കോടതി നിയോഗിച്ച ക്ഷേത്ര ഭരണസമിതി റിപ്പോർട്ട് വ്യക്തമാക്കുമ്പോൾ ഭാസുരേന്ദ്ര ബാബു അക്കമിട്ട് നിർത്തുകയാണ്. ചന്ദ്രൻകുട്ടിയായാലും ശാസ്ത്രമംഗലം അജിത്തായാലും ഫാക്ട്സായി അദ്ദേഹം പറയുന്നത് പുതിയ റിപ്പോർട്ട് അപകടകരമെന്ന് പറയുമ്പോൾ, അത് ഡോക്യുമെന്ററി ആയിട്ടുള്ള കാര്യങ്ങൾ കോടതിയിൽ മാർക്ക് ചെയ്തത് വെച്ച് പറയുമ്പോൾ, ഗോപാൽ സുബ്രഹ്മണ്യം, അതോടൊപ്പം വിനോദ് റായ്, KN സതീഷ്, KP ഇന്ദിര, ഈ പേരുകളൊക്കെയും പറയുമ്പോൾ അവർ ശരിയല്ല എന്ന വാദഗതി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ രാഹുൽ ഈശ്വറിന്റെ ഈ വാദം, അത് രാജകൊട്ടാരത്തിന്റെ വാദമായാലും അഭിഭാഷകരുടെ വാദമായാലും ഏതു തരത്തിലാകും ഈ കാര്യങ്ങൾ നമുക്ക് തരുന്ന ചില വിധികൾ? നമുക്ക് ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ ഈ അന്വേഷണം നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്, ചരിത്രത്തെ ഏൽപ്പിക്കുന്നുണ്ട്, തരുന്ന ഒരാളാണ് ഞാൻ. രാഹുൽ ഈശ്വരൻ നന്നേ ചെറുപ്പക്കാരനായ ഒരാളാണ്. 40 വർഷത്തിന് മുമ്പ് തിരുവനന്തപുരം വന്നാൽ ഈ പ്രദേശം, ക്ഷേത്രം ചുറ്റുമുള്ള സ്ഥലങ്ങൾ അജിത്തിനൊക്കെ അറിയാൻ കഴിയുന്ന കാര്യമാണ്. അവിടുത്തെ ഗ്രാമങ്ങൾ, വെട്ടിമുറിച്ച കോട്ട, തെക്കേ തെരുവ്, എന്തായി ഇതൊക്കെ ഒന്ന് ആലോചിക്കുക. നാം ചരിത്രത്തിൻ്റെ ശിഷ്ടാവശിഷ്ടങ്ങളുണ്ടല്ലോ, ആ അവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്നത് ലിവിങ് മ്യൂസിയം എന്നൊക്കെ. ഇപ്പോൾ ഉള്ളവരുടെ ഉത്തരവാദിത്വമാണ് ഭാവി കാണിക്കുക. ഒത്തിരി പുസ്തകങ്ങൾ വായിക്കേണ്ട, ഈ തെരുവ് കണ്ടാൽ മതി. എന്തായിരുന്നു രാജകുടുംബം? ഏറ്റവും അധികം സംരക്ഷിക്കേണ്ടത് അവരായിരുന്നില്ലേ? അവരുടെ സ്ഥലങ്ങളല്ലേ ആദ്യം വിറ്റ് തൊളിച്ചത്. 2 ഏക്കർ സ്ഥലം പോയി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഈ ജ്വല്ലറിക്കൊക്കെ കൊടുത്തിരിക്കുക. എന്താ വാല്യൂഷൻ? രാമേന്ദ്രൻസ് ഒക്കെ ഇരിക്കുന്ന ആ തെരുവൊക്കെ പൂർണ്ണമായും ഹെറിറ്റേജ് പ്ലേസ് സംരക്ഷിക്കേണ്ടതായിരുന്നല്ലോ. വിറ്റ് തൊലയ്ക്കുമ്പം ആലോചിക്കണമായിരുന്നു. ദൈവത്തിനോട് കൂടുണ്ടെങ്കിൽ ചെയ്യുമായിരുന്നു. ദൈവത്തെ അല്ലോ സംരക്ഷിക്കുന്നത്, ചരിത്രത്തല്ലേ സംരക്ഷിക്കേണ്ടത്. ചരിത്രം സൃഷ്ടിച്ചു ഇവരെന്നല്ലേ ഇവരെ അവകാശപ്പെടുന്നത്. അവർ തന്നെ സൃഷ്ടിച്ച ചരിത്രത്തെ അവർ വിറ്റല്ലോ. അതിനേക്കാൾ മോശം ഒരു കാര്യമുണ്ടോ? അതിന് റൈറ്റ് ഉണ്ടോ? അജിത്ത് പറഞ്ഞല്ലോ റൈറ്റ് ഇല്ല. 1965 ട്രസ്റ്റിന്റെ സ്വഭാവം വെച്ച് റൈറ്റ് ഇല്ല. റൈറ്റ് ഇല്ലാതെ വിറ്റിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡുലൻസ് തന്നെയാണ്, തിരിച്ചു പിടിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ ഉത്തരവാദി രാജാവാണ്. ഈ പറയുന്ന രാജാവാണല്ലോ ഉത്തരവാദി. അങ്ങനെ വിറ്റു തൊലച്ചവർ സ്വന്തം ചരിത്രത്തെ അവർ നിരസിച്ചപ്പോൾ എന്തിന് രാഹുൽ ഈശ്വർ അവർ നാം സംരക്ഷിച്ച പുതിയ ചരിത്രമായി കൊടുക്കുന്നു? അപ്പോൾ ആ അർത്ഥത്തിൽ സ്വന്തം ചരിത്ര സ്മാരകത്തെ ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് കഴിയില്ലെങ്കിൽ ഈ ക്ഷേത്രത്തോട് പോലെ അവർക്ക് റെസ്പെക്റ്റ് ഇല്ല എന്നാണ് അത് കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു നമ്മളെപ്പോഴും ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് ഡൈനസ്റ്റി അതിൽ നിന്ന് മാറി ഒരു ഡെമോക്രസി എന്നുള്ള ഇതിൽ വരുമ്പോൾ അത്തരം ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റ്സിന് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നമ്മൾ പറയുന്നു. ഗുരുവായൂർ ദേവസ്വം മോഡൽ 1, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ, അതൊക്കെ എന്തുകൊണ്ട് വൈകുന്നു? ആ വൈകിപ്പിക്കൽ അല്ലെങ്കിൽ വൈകൽ ആ ഉത്തരവാദിത്വം നഷ്ടപ്പെടലിൽ നിന്ന് പുതിയ ജനായത്ത ക്രമത്തിന് ഒഴിഞ്ഞു മാറാൻ സാധിക്കും. പ്രദീപെ, അന്ന് ഇതൊക്കെ നടക്കുമ്പോൾ പത്രങ്ങൾ ഇത് ഉയർത്തിയതാണ്. അച്യുതമേൻ്റെയും കെ കരുണാകരൻ്റെയും ആഭിമുഖ്യത്തിലുള്ള 2 മന്ത്രിസഭകൾ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ വിറ്റുപോയത്. അന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ വിറ്റുപോയാലും തിരിച്ചു പിടിക്കപ്പെടും. ഇപ്പോഴും പറ്റും.
ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ ഇതൊക്കെ നള്ളിഫ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു നള്ളിഫ് ചെയ്യാൻ പറ്റും. കാര്യം if what they have made is in non-logical thing, it can be revoked. അല്ല, മിസ്റ്റർ ബാബു പറഞ്ഞതിനകത്ത് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഇഫ് ദ ട്രാൻസ്ഫർ ഓഫ് എ പ്രോപ്പർട്ടി ഈസ് ബൈ എ പേഴ്സൺ ഹു ഹാസ് നോ ടൈറ്റിൽ ടു ദാറ്റ്. അതായത് ഞാനിപ്പോൾ സെക്രട്ടേറിയറ്റ് നിങ്ങൾക്ക് എഴുതി തന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ രാജാവിനെ എഴുതി കൊടുത്തതിന് മുമ്പ് സെക്രട്ടേറിയറ്റ് നാളെ എഴുതി തരാം. അവിടെ ഇതിനും അപ്പുറത്തേക്ക് ഒരു അർത്ഥവത്തമായ കാര്യം നേരത്തെ പറയുന്നുണ്ട്. ഒരു കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ പറയുന്നു പെർമനന്റ്, അവിടെയും ചില തർക്കങ്ങൾ ഉയർന്നിരുന്നു. പെർമനന്റ് മെമ്പർ ആക്കണം ഇതിനെ, അതേപോലെ തന്ത്രിയെ, അത്തരം ആവശ്യങ്ങൾ ഇതൊക്കെയും വരുമ്പോൾ സർക്കാരിന് ആ ക്രമത്തിൽ നമ്മൾ കണ്ണടയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തിനാണ്? നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ തന്നെ എടുത്താൽ വിശ്വാസവും ക്ഷേത്രവും ദൈവവും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ ഉള്ളതാണ്. വി കനോട്ട് ചേഞ്ച് ഇറ്റ്. അവിടെ വിശ്വാസികളൊക്കെ മാറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കില്ല. കാര്യം അവരെ വിശ്വസിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ അർത്ഥത്തിൽ എല്ലാ പ്രാതിനിധ്യവും വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റി അത് നമ്മൾ മുന്നേ ഉന്നയിച്ചതാണ്. ആ ചർച്ചയുടെ ആദ്യഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഉന്നയിച്ചതാണ്. ഇത് അടിച്ചെടുക്കാൻ പോവുകയാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നൊക്കെ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നില്ല. പ്രാതിനിധ്യ സ്വഭാവത്തോടെ ആ പ്രാതിനിധ്യത്തിൽ ഒരാളാകാൻ രാജാവ് കാത്തു സൂക്ഷിച്ചു എന്ന് രാഹുൽ ഈശ്വർ പറയുന്നു. ആ ഒരു ക്വാളിറ്റിക്ക് കൊടുക്കുന്ന ചരിത്രത്തിൻ്റെ അംഗീകാരം ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലീസ് രാഹുൽ ഈശ്വർ ആ അംഗീകാരം പോലും അവർ അറിയിക്കുന്നില്ല. ഈ നല്ല സ്ഥലങ്ങൾ വിറ്റ് തുറച്ചതിന് 2 ഏക്കർ സ്ഥലം വിൽക്കുക എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കച്ചവടക്കാർക്കാണ് വിറ്റത്. ആ കള്ള് കച്ചവടക്കാർക്കാണ് വിറ്റത് അല്ലേ? അന്നും ഉണ്ടായിരുന്നു വഴക്ക്. പ്രദീപിന് അറിയാത്ത ചെറുപ്പമായിട്ടാ ഞാൻ പറയുന്നത്. അത് തിരിച്ചു പിടിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് വിറ്റ് തൊലച്ചത്. എന്നിട്ട് ജനാധിപത്യം വിമർശിക്കുന്നവരാണ് ജനാധിപത്യവാദികൾക്ക് പോലും രക്ഷയില്ലാത്തവണ്ണം വിറ്റ് തൊലച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മ്യൂസിയമൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് പണ്ടേ വിറ്റുപോയി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. ഇപ്പൊ തീവ്ര വലത് പലപ്പോഴും അത് സർക്കാർ കൈയിട്ട് വരാനാണെന്നൊരു വാദഗതി ഉയർത്തിയിരുന്നു. ഞങ്ങളാരും അത് ഉയർത്തിയിരുന്നില്ല. ഞങ്ങളൊക്കെ എന്നും ഒരു സെൻട്രിസ്റ്റ് സ്റ്റാൻഡിൽ തന്നെയാണ് നിന്നത്. അപ്പൊ ഇനിയും ഇവർ പറയുന്ന അനാലിസിസും വിശകലനങ്ങളും പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കുന്നവരും പലപ്പോഴും വിഷമത്തോടെ കേൾക്കുന്നവരുമാണ്. പക്ഷേ ഇനിയും ഇത് ഫ്യൂച്ചറിസ്റ്റിക്കായി ഞങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ എന്തിലേക്ക് എത്താം? ഒരു 9 അംഗ കമ്മിറ്റി, അതിൽ പിന്നോക്ക വിഭാഗത്തിൽ പ്രാതിനിധ്യം, വനിതാ പ്രാതിനിധ്യം, ചരിത്രപരമായി നമ്മളുടെ തെറ്റ് പറ്റിയിട്ടുണ്ട്. നമുക്ക് ജാതീയപരമായ ചില ചരിത്രത്തിൽ ഒരുപാട് തെറ്റ് പറ്റിയിട്ടുണ്ട്. അതൊന്നും ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിഭാഗങ്ങൾക്കടക്കം പ്രാതിനിധ്യം അഡ്മിനിസ്ട്രേഷൻ. അപ്പോഴും ഭാസ്കരേന്ദ്ര ബാബു ഉയർത്തുന്ന ചോദ്യം, പുതിയ വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ അതിന്റെ തന്നെ ഒരു അവകാശം പോലും നഷ്ടപ്പെടുന്നു. ചോദ്യം അങ്ങനെ വരുമ്പോൾ തന്നെ രാഹുൽ ഈശ്വർ ഈ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ കോടതിയിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടുള്ള ഇറ്റ് ഹാസ് ബീൻ ഓപ്പൺഡ് ട്വൈസ് ഇൻ ദി ഇയർ ഓഫ് 1990 ഇതൊക്കെ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ 90 സ്പെസിഫൈഡ് ആണ്. ജൂൺ 8 ആൻഡ് ജൂലൈ 9 എക്സാക്ട്ലി 5 times during 2002, March 9, April 17, 27, December 16, 21. കല്ലറകൾ and subsequently taken in such and such way. പക്ഷേ ഇതൊക്കെ സംരക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും സ്പെസിഫിക് ആയി ഡേറ്റ് വൈസ് ഇത്തരം കാര്യങ്ങൾ പറയണമെങ്കിൽ എന്താണ് സംരക്ഷിച്ചത്? ഭാസ്കരേന്ദ്ര ബാബു ചൂണ്ടിക്കാണിക്കുന്നതാണ്. അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് ബാക്കി എത്ര എന്നുള്ളൊരു വലിയ ചോദ്യം. യോജിപ്പില്ലെങ്കിലും അടുത്ത പൊസിഷൻ ഞങ്ങളിത് ഒരു 60ഓളം സംഘടനകളുടെ മീറ്റിങ്ങുകളുണ്ടായിരുന്നു. വളരെ ശക്തമായ വാദഗതികളും ഉണ്ടായി, തർക്കങ്ങളുണ്ടായി. പക്ഷേ ഒരു ജനറൽ കൺസെൻസസ് 1000ഓളം പേജുള്ള ഒരു പുസ്തകത്തിൽ 2-3 പേജുകളിൽ അക്ഷരത്തെറ്റ് കണ്ടാലും വിശാല അർത്ഥത്തിൽ ആ പുസ്തകത്തെ തെള്ളി പറയേണ്ടെന്നും ആ അക്ഷരത്തെറ്റുകൾ പരിഹരിക്കണം. അത് കണ്ണടച്ചിട്ട് കാര്യമില്ല. വി കനോട്ട് ബ്രഷ് ഇറ്റ് അണ്ടർ ദ കാർപ്പറ്റ്. ഹാവിംഗ് സെഡ് ദാറ്റ്, ആ ചരിത്രത്തോടുള്ള ബഹുമാനം വെച്ച് തീർച്ചയായും അവർക്കും കൂടെ സ്ഥാനം കൊടുത്ത് ഗുരുവായൂർ മോഡലിന് വിളിക്കാമെങ്കിൽ ആ മോഡലിൽ ഒരു 9 അംഗ കമ്മിറ്റിയിലേക്ക് എത്തുകയായിരിക്കും. ഒരു സെൻസിറ്റീവ് ബാലൻസ് ഞാൻ അതിനെപ്പറ്റി ഗിവ് മീ 2 minutes. ഞാൻ അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഉണ്ടല്ലോ, അത് അങ്ങനെ ഒരു സ്വീറ്റ് ക്യാൻഡി ഓഫർ ചെയ്തുകൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല. കാരണം ലെറ്റ് us go to the trust deed. 1965 ട്രസ്റ്റ് ഡീഡ്. ആ ട്രസ്റ്റ് ഡീഡിനകത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, ടു അട്രാക്ട് ദ പ്രൊവിഷൻ ദ ട്രസ്റ്റ് ഡീഡ് ദാറ്റ് ദ മാനേജിംഗ് ട്രസ്റ്റി or trustee shall not be eligible to continue if he asserts any claim to any property claimed by the trustee as belonging to the trust. അതായത് ട്രസ്റ്റിന് അവകാശപ്പെട്ട ഏതെങ്കിലും പ്രോപ്പർട്ടി എൻ്റെ പ്രോപ്പർട്ടിയാണെന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മാനേജിംഗ് ട്രസ്റ്റിക്കോ കണ്ടിന്യൂ ചെയ്യേണ്ട യാതൊരു അവകാശവുമില്ല. നമ്പർ 1. നമ്പർ 2, പേജ് നമ്പർ 2 ഓഫ് ദ റിപ്പോർട്ട്, ഇറ്റ് ഹാസ് കം ടു നോട്ടീസ് ഓൺ ഫീൽഡ് വെരിഫിക്കേഷൻ. അതായത് പോയി അന്വേഷിച്ചപ്പോൾ ദാറ്റ് സർട്ടൺ ലാൻഡഡ് പ്രോപ്പർട്ടീസ് വെസ്റ്റഡ് ഇൻ ദ ട്രസ്റ്റ് ഹാവ് ബീൻ അലീനേറ്റഡ്. അപ്പോൾ ട്രസ്റ്റിന് വിരുദ്ധമായിട്ടല്ലേ ട്രസ്റ്റ് പ്രവർത്തിച്ചത്? അത് ക്രിമിനൽ ഒഫൻസ് അല്ലേ? പോയിന്റ് ഈസ് ദാറ്റ്. ഞാൻ ചോദിക്കട്ടെ. ഇനി നൗ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ്, ഇപ്പൊ അങ്ങ് നിങ്ങൾ നേരത്തെ ഇപ്പൊ പോയിന്റ് ഔട്ട് ചെയ്ത് 1990 and 2002 2 പ്രാവശ്യം കല്ലറ തുറന്നു. ഫോർ വാട്ട് പർപ്പസ്? 7 പ്രാവശ്യം. ഫോർ വാട്ട് പർപ്പസ്? നമ്പർ 1. നമ്പർ 2, വാസ് ഇറ്റ് ട്രാൻസ്പെറന്റ്? അത് ട്രാൻസ്പെറന്റ് ആയിരുന്നു. ആരെങ്കിലും അറിഞ്ഞു? ഇപ്പോഴും പറഞ്ഞപ്പോഴേ അറിയുന്നുള്ളൂ. അപ്പോൾ അന്ന് ഇൻവെന്ററി എടുത്തിരുന്നോ? വൈ ഡിഡ് ദേ ടേക്ക് ആൻ ഇൻവെന്ററി?
അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. ഈ ഘട്ടങ്ങളിലൊന്നും തന്നെ യാതൊരുവിധ ഡോക്യുമെന്റ്സ് ഇൻവെന്ററി എടുക്കണ്ടേ? ഇൻവെന്ററി എടുത്തിരുന്നോ? അത് സാമാന്യമായ ഒരു കാര്യമല്ലേ അത്? കോടിക്കണക്കിന് രൂപ, കോടിക്കണക്കിന് വില മതിക്കുന്ന രത്നങ്ങളുടെ അത് നമ്മളിങ്ങനെ വളരെ സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ കാണരുത്. വി ആർ ഗോയിങ് ഇൻ ടു ഗ്രേറ്റ് ഡേഞ്ചർ. ഇങ്ങനെ ഒരു സ്വീറ്റ് ക്യാൻഡി അല്ല. ഇതിനകത്ത് മിസ്റ്റർ KN സതീഷ് അവസാനമായിട്ട് റിപ്പോർട്ട് ഫിനിഷ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നോക്കൂ, the only way ഒരേ ഒരു വഴി, the only way is to remove the existing managing trustee and of trustees who have lost their eligibility to continue on the board of trustees in terms of section 24C of the principal trust deed. അപ്പോൾ വേറെങ്ങ് പോകണ്ട. മഹാരാജാവ് രവിവർമ്മ ഉണ്ടാക്കിയ ട്രസ്റ്റ് ഡീഡിൽ 24-ാം വകുപ്പിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച ഒരാൾ how can they continue? ഈ റിപ്പോർട്ട് മൊത്തം അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ. Exactly. Now the point is let us conclude the discussion now, because this report is now in the table of the Supreme Court judge. Let us see if the report is going to be accepted by the Supreme Court. Game is different. Yes. ആ വാദഗതി സുപ്രീം കോടതിയിൽ നിൽക്കുമ്പോഴും രാഹുൽ ഈശ്വറും കൊട്ടാരവും ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങളിത് മാറ്റി എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ക്ഷേത്രത്തിന് വേണ്ടി ചന്ദ്രൻകുട്ടി ആ വാദഗതിയോട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. അല്ല, അത് ഞാൻ പറഞ്ഞല്ലേ, അത് ഒരിക്കലും പറ്റില്ല. കാര്യം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട വാസവ് സാറിന്റെ ഒരു ആ വിധി വളരെ നന്നായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ആ വിധി ഒന്ന് പഠിച്ചു നോക്കിയറിയാം. അത് പറഞ്ഞപ്പോൾ തന്നെ ഇവർ പലവരും എതിർത്തവരുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും പറഞ്ഞതാ ഈ ഇൻവെന്ററിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ രാമേന്ദ്ര സാർ ജഡ്ജി അദ്ദേഹം പറഞ്ഞു ഇവരെ ഇൻവെന്ററി മുഴുവനും തെറ്റായ അതിനകത്ത് കംപ്ലീറ്റ് ഇവർ മാറ്റിക്കളഞ്ഞു എന്ന് പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു. ഇവർ ക്ലിയർ പിക്ചറല്ല അവിടെ തന്നതെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ക്ഷേത്രത്തിന് വേണ്ടി നിങ്ങൾ ചെലവാക്കി എന്ന് പറയുമ്പോൾ ഞാൻ ഒരൊറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങൾ ഈ നിലവറ തുറന്നിട്ടേ ഇല്ല എന്നാണ് ഇവരുടെ ഒരു വാദഗതി. ആദ്യം ഞാൻ ചോദിക്കുന്ന അവിടെ സ്വർണ്ണ കൊടിമരം നിർത്തി, അവിടെ ഒറ്റക്കൽ മണ്ഡപത്തിൽ സ്വർണം പൂശി. നിങ്ങൾ എത്ര സ്വർണ്ണം ഒറ്റക്കൽ മണ്ഡപത്തിൽ പൂശാൻ എടുത്തു? നിങ്ങൾ എത്ര പൂശി? ആ എടുത്തു കൊടുത്തത് പൂശിയിട്ടുണ്ടോ ഇല്ലയോ? വളരെ സിമ്പിൾ. അവിടെ തൊഴാൻ സാധാരണ ഒരു ഭക്തൻ നോക്കിയിട്ട് ആ മണ്ഡപത്തിൽ എത്ര കിലോ സ്വർണം പൂശിയിട്ടുണ്ടെന്ന് വെറുതെ ഒന്ന് നോക്കിയാൽ മനസ്സിലാകും ഇത് ആര്. അപ്പം ഞങ്ങളൊന്നും ചെയ്തു. അവർ പറയുന്നു, ഇപ്പോൾ രാഹുൽ തന്നെ പറയുന്നു അവർക്ക് കുറെ പാടിച്ചയൊക്കെ പറ്റി. ഞാൻ ചോദിക്കട്ടെ, ഇത് അവരൊന്നും ചെയ്തിട്ട് ഞങ്ങളെ കൈ ശുദ്ധമാണെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ പേടിക്കുന്ന? ആരാണോ കസ്റ്റോഡിയൻ, നിങ്ങൾ ആരാണോ കസ്റ്റോഡിയനായിട്ട് വെച്ചിരുന്ന അവരെ പുറത്തു കൊണ്ടുവരണം, അവരിൽ നിന്ന് കണ്ടെത്തണ്ടേ? ആ ചോദ്യം നിൽക്കുമ്പോൾ ഭാസുരേന്ദ്ര ബാബു വളരെ ചുരുക്കി നമ്മുടെ സമൂഹ ബോധം അത് വീണ്ടും മന്ദീഭവിക്കുന്നുണ്ടോ, ഉണരാത്തത് എന്ത്? ശ്രീ അജിത് ഇപ്പോൾ സൂചിപ്പിച്ചത് മാതിരി ഇഫ് ദിസ് റിപ്പോർട്ട് ഈസ് അക്സെപ്റ്റഡ് ബൈ ദി സുപ്രീം കോർട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു ചേഞ്ച് ദി എൻറ്റയർ സിനോറിയോ. ഈ അന്യാധീനപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കാൻ പാകത്തിൽ, ആർക്കും കേസ് കൊടുക്കാൻ പാകത്തിൽ കാര്യങ്ങൾ മാറുന്ന പക്ഷം ഏറ്റവും അധികം അബ്യൂസ് ചെയ്യപ്പെടുന്ന, ഏറ്റവും അധികം വിമർശനം മുൻപിൽ നിൽക്കാൻ പോകുന്നത് രാജകുടുംബം തന്നെയായിരിക്കും. ആ ചർച്ചകൾ അത്തരത്തിലേക്ക് വരുമ്പോൾ സുപ്രീം കോടതിയുടെ മുന്നിലുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് വിശ്വാസം, അത് വിശ്വാസികളുടെ നിലപാട് സംരക്ഷണം അങ്ങനെ തന്നെ ആകും. ഒരു കാര്യം കൂടെ, ഈ ചർച്ച അവസാനിക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പല പ്രാവശ്യം പോയിട്ടുള്ള ഒരാളാണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ കേട്ട ഒരു ഐതിഹ്യമാണ്. കാരണം ആചാരപ്രകാരം മാർത്താണ്ഡർ മഹാരാജാവിൻ്റെ ആചാരപ്രകാരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊട്ടാരത്തിലെ സ്ത്രീകൾ തൊഴാൻ വന്നു കഴിഞ്ഞാൽ അവർ പുറത്തോട്ടിറങ്ങുമ്പോൾ കാല് തട്ടിക്കുടയും. ആ ആചാരത്തിൻ്റെ അർത്ഥം രാജാവ് കാല് തട്ടിക്കുടയും കൊട്ടാരത്തിലാണ്. അതിൻ്റെ അർത്ഥം പത്മനാഭൻ അവകാശപ്പെട്ട ഒരു തരി മണ്ണ് പോലും ഞങ്ങൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഐതിഹ്യം. അതിൻ്റെ വെളിച്ചത്തിൽ ഈ റിപ്പോർട്ട് വായിക്കൂ. ആ ഐതിഹ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയും അത് ഏതു തരത്തിലാണ് അതിൻ്റെ സത്യാവസ്ഥ രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നതനുസരിച്ച് സുപ്രീം കോടതിയിൽ ആ കേസ് നിൽക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥയുടെ വിധി അത് ഭക്തരുടെയും ഭക്തിയുടെയും സംരക്ഷണമാകും എന്ന് ഉറപ്പിക്കാം എന്ന് ആശംസിക്കാം. വളരെ നന്ദി ഭാസുരേന്ദ്ര ബാബു, രാഹുൽ ഈശ്വർ, അഡ്വക്കേറ്റ് ശാസ്തമംഗലം, അജിത് കുമാർ, മണക്കാട് ചന്ദ്രൻകുട്ടി.